بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഉസ്മാൻ പി. തേറ്റവനാണ് താമസം. ഇവിടെ ഇസ്ലാം ശാന്തിയുടെയും മതത്തിൻ്റെയും നീതിയുടെയും എന്ന തുറന്ന സംവാദമാണ്. അതിലേക്കുള്ള മേത്തർ സംസാരിച്ച ഒരു വാക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ മറ്റു മതങ്ങളിൽ സ്ത്രീകളോട് നീതി കാണിക്കുന്നില്ലെന്ന് പറയുന്നു. മുസ്ലിങ്ങൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇവിടെ സ്ത്രീകളോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നതിനെ കുറിച്ച് ഒരു മറുപടി കിട്ടണം. സഹോദരന്റെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു, വആതു നിസാ സ്വദഖാതിഹിന്ന നിഹ്ല, മര്യാദ പ്രകാരമുള്ള വിവാഹമൂല്യം സ്ത്രീകൾക്ക് നൽകണമെന്നതാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് കൽപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് നേരെ വിപരീതമായിട്ടുള്ള പ്രവണതയാണ്. 3-4 പവൻ അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വാങ്ങും. അതുകൂടാതെ തന്നെ കാർ, ഇപ്പോൾ ആ കാറിന്റെ വില തന്നെ, മൂല്യം തന്നെ ഒരുപാട് കൂടിയിട്ടുള്ള വിലയേറിയ കാറുകളിൽ എത്തിയിട്ടുണ്ട് സ്ഥിതിവിശേഷം. ഇത് വാസ്തവത്തിൽ സഹോദരൻ മനസ്സിലാക്കേണ്ടതാണ്. മൊത്തമായിട്ടുള്ള ഒരു പ്രവണതയാണ്, സ്ത്രീധനത്തെ സംബന്ധിച്ച് മാത്രമല്ല. വിശുദ്ധ ഖുർആനിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീകൾക്കുള്ള സ്ഥാനം, അവർക്കുള്ള അവകാശം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. വിദ്യാഭ്യാസം ഒരു മുസ്ലിം പുരുഷന്റെയും സ്ത്രീയുടെയും മതപരമായ ബാധ്യതയും കടമയുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്നാൽ വിദ്യാഭ്യാസം നൽകരുത് എന്ന് ചില പുരോഹിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു. പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു, ഖുർആൻ നിർദ്ദേശിച്ചു, ഖുർആൻ കൽപ്പിച്ചു. എന്നാൽ പെൺഭ്രൂണമാണ് എങ്കിൽ അത് സ്കാനിംഗ് കേന്ദ്രങ്ങളിൽ പോയി നശിപ്പിച്ച് കളയുന്ന പ്രവണതയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തൊഴിലെടുക്കുവാനും തൊഴിലിലൂടെ സമ്പാദിച്ച സമ്പാദ്യം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാനുമുള്ള അവകാശമുണ്ട് എന്ന് ഖുർആൻ ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ നല്ലൊരു കച്ചവടക്കാരിയായിരുന്നു. എന്നാൽ നമ്മുടെ ആളുകൾ പറയുന്നു, അവർ തൊഴിലെടുക്കരുത്, തൊഴിലിലൂടെ സമ്പാദിച്ച സമ്പാദ്യം സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യുവാനുള്ള അവകാശമില്ല എന്ന്. വിവാഹമോചനത്തെ സംബന്ധിച്ച് ഇസ്ലാം പറഞ്ഞു, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിബന്ധനകളുണ്ട്. 3 വ്യത്യസ്തമായ സമയങ്ങളിൽ മാത്രം ത്വലാഖ് ചെയ്യുക. അതിനു മുൻപ് തന്നെ ഒരുപാട് ഘട്ടങ്ങൾ വേണം തരണം ചെയ്യുവാൻ. ആദ്യം സ്ത്രീ ഉപദേശിക്കേണ്ടിയിരിക്കുന്നു, ഉപദേശം കൊണ്ട് തീരുന്നില്ല എങ്കിൽ ആ കിടക്കറ പങ്കിടാതിരിക്കുക. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ത്വലാഖ്. സ്ത്രീകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്നിട്ട്, ഭാര്യ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് നല്ലവനാണ്, നല്ല സ്വഭാവമുള്ളവനാണ്, എങ്കിലും കാണുവാൻ കൊള്ളുകയില്ല, ഒരു വികൃതനായിട്ടുള്ള ഒരു രൂപമാണ്, എനിക്ക് അദ്ദേഹത്തെ സഹിക്കുവാൻ സാധിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, വിവാഹമൂല്യം തിരിച്ചു കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രയാകുക. കാരണം അത്രമാത്രം സ്വാതന്ത്ര്യമാണ് ദുർബലമായിട്ടുള്ള ഒരു വിവാഹം കൊണ്ട് എപ്പോഴും അനുഭവപ്പെടുന്നത്, ക്രൂരത അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഇത്രമാത്രം അവകാശങ്ങളാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ളത്. വിവാഹമൂല്യത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, വിവാഹമോചിതക്ക് ജീവനാംശം നൽകണമെന്ന് പറയുന്നു. ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ സഹോദരന്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം മുസ്ലിം മനസ്സാക്ഷിയോടുള്ള ചോദ്യമാണ്. ഒരുപാട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഒരു പ്രവണതയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കും. പല സ്ത്രീകളും വിവാഹ മൂല്യം നൽകുവാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുന്നു. അതല്ല എങ്കിൽ വിവാഹമൂല്യം
ഈ സ്ത്രീക്ക് മകൾക്ക് നൽകേണ്ടി വന്നതിന്റെ പേരിൽ കടക്കേണിയിൽപ്പെട്ട് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമല്ല എങ്കിൽ വിവാഹമൂല്യം നൽകുവാൻ കഴിവില്ലാതെ ഈ സ്ത്രീ വീട്ടിൽ കഴിയുകയും അവസാനം അന്യമതത്തിൽപ്പെട്ട ആളുകളുമായി ഒളിച്ചോടേണ്ട സാഹചര്യം വരും. ഇതെല്ലാം മനുഷ്യ അല്ലെങ്കിൽ മുസ്ലിം മനസാക്ഷിയോടുള്ള ചോദ്യമാണ് സഹോദരൻ ചോദിച്ചത്. കാരണം ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു, ഒരിക്കലും നിങ്ങൾ സ്ത്രീധനം സ്ത്രീകളിൽ നിന്ന് ആവശ്യപ്പെടരുത്, തിരിച്ചവർക്ക് കൊടുക്കണമെന്നാണ്. അതിന്റെ നേരെ വിപരീതമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പ്രവണത. ഓരോ ചെറുപ്പക്കാരും, ഈ സദസ്സിലുള്ള ഓരോ ചെറുപ്പക്കാരും ഒരു പ്രതിജ്ഞ എടുക്കണം. വിവാഹം കഴിച്ചിട്ടില്ലാത്തവർ ഒരിക്കലും ധനത്തിനു വേണ്ടി സ്വർണ്ണമുട്ടയിടുന്ന താറാവുകളെ ആയിരിക്കില്ല ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്, മറിച്ച് സ്വഭാവശുദ്ധിക്ക് അനുസൃതമായിട്ടുള്ള ആസിനികളായ സ്ത്രീകളെ ആയിരിക്കും വിവാഹം കഴിക്കുക എന്ന പ്രതിജ്ഞ എടുക്കണം. അതുപോലെ തന്നെ ഈ സദസ്സിലിരിക്കുന്ന പുരുഷന്മാരുടെ അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ ആണുങ്ങളുടെ മാതാപിതാക്കളും ഒരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ എന്റെ മകനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വഭാവ വിശുദ്ധിയായിരിക്കും ഞാൻ നോക്കുന്നത്, ഒരിക്കലും സമ്പത്തായിരിക്കുകയില്ല. ഈ ഒരു ത്യാഗത്തിന്റെ മനോഭാവം മനസ്സിലുണ്ടായി യഥാർത്ഥമായിട്ടുള്ള പരലോക വിശ്വാസം കടന്നു ചെന്നാൽ മാത്രമേ, ഇതൊന്നും നമുക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല എന്ന ബോധമുണ്ടായാൽ മാത്രമേ ഈ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. അതിന് ഓരോ വ്യക്തികളും വരണം, സമൂഹത്തിലെ ആ സാരഥ്യം വഹിക്കുന്നവരും അതിന് മുന്നിട്ട് വരണം, പ്രസ്ഥാനങ്ങളും മുന്നിട്ട് വരണം. അതിന് മാത്രമേ ഒരു പരിഹാരമുള്ളൂ. ഇസ്ലാം ശൈശവ വിവാഹത്തിന് അനുവദിക്കുന്നുവല്ലോ. ഇത്ര ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ശരിയാണോ? വ്യക്തമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഇസ്ലാം ശൈശവ വിവാഹത്തെ അനുകൂലിക്കുന്നു വല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ആ വല്ലോമെന്നാണ് ചോദ്യം തന്നെ തുടങ്ങുന്നത്. ഇത്ര ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഈ ഇത്ര വലിയൊരു ജീവിത ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഇസ്ലാം എല്ലാ ശിശുക്കളെയും കല്യാണം കഴിപ്പിച്ചു വിടണം എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല, ഖുർആനിലോ ഹദീസിലോ എവിടെയില്ല. കുട്ടികളുടെ വിവാഹപ്രായം എന്നത് ഖുർആനോ ഹദീസുകളോ കൃത്യമായി നിർണയിച്ചിട്ടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇസ്ലാം മനുഷ്യ പ്രകൃതിയുടെ മതമാണ്, പ്രകൃതിയുടെ മതമാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ ആ പ്രകൃതി എന്ത് ആവശ്യപ്പെടുന്നുവോ അത് ഇസ്ലാം അനുകൂലിക്കുന്നു. ഇസ്ലാം പ്രായോഗികമായ ദർശനമാണ്. ഒരു പെൺകുട്ടി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവള് വിവാഹത്തിനുള്ള പ്രായമായി കഴിഞ്ഞു എന്നതിന് പ്രകൃതിപരമായ ദൃഷ്ടാന്തം അതാണ്, പ്രായപൂർത്തി എത്തുക എന്നുള്ളത്. അത് ആൺകുട്ടിയാണെങ്കിലും അവര് വിവാഹപ്രായം എന്നത് പ്രായത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പരിഗണന അതാണ്. പിന്നീട് സാമൂഹ്യമായ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമുക്ക് സമൂഹത്തിന് പ്രായം കൂടണമോ കുറയണമോ എന്നെല്ലാം തീരുമാനിക്കാവുന്നതാണ്. ആ രംഗത്ത് കൃത്യമായി ഇത്ര പ്രായത്തിൽ കല്യാണം കഴിക്കാവൂ എന്നൊരു നിയമമില്ല ഇസ്ലാമിൽ. ഇസ്ലാമിന്റെ നിയമം എന്താണ്? പെൺകുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കണമെന്നുള്ളത്. അവിടെ പ്രകൃതി മതമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പ്രകൃതിയുടെ തേട്ടത്തെ അവഗണിക്കാൻ കഴിയില്ല. ഇപ്പോ വിവാഹപ്രായം ഇത്രയാകണമെന്ന നിയമമുള്ള പ്രദേശങ്ങളിലൊന്നും ആ പ്രായത്തിന് മുൻപ് പെൺകുട്ടി ഗർഭിണിയായാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നിയമമില്ല. ആ പെൺകുട്ടി എന്ത് ചെയ്യണം? ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് ജൈവികമായി ഈ സമയത്ത് ലൈംഗികമായ ബന്ധമാണല്ലോ വിവാഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദനകളിലൊന്ന്, സ്വാഭാവികമായിട്ടും. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ കുട്ടി ലൈംഗികമായി ബന്ധപ്പെടുന്നതിനെയോ അതല്ലെങ്കിൽ ആ കുട്ടിയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിനെയോ അവളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ എതിർക്കുവാൻ നിയമങ്ങളൊന്നുമില്ല. അവൾ ഗർഭിണിയാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ നിയമങ്ങളില്ല. അതേസമയം അവൾ വിവാഹം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് പ്രശ്നമാണ് താൻ. അവിടെയാണ് പ്രശ്നം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രായോഗികമായ ഇത്തരം നിയമങ്ങൾ ഇസ്ലാമിക ധാർമ്മിക സംഹിതക്ക് അതീതമാണ്. ഇസ്ലാമിക ധാർമ്മിക സംഹിത പ്രായോഗികവും അതോടൊപ്പം തന്നെ സാമൂഹ്യമായ അനിവാര്യതകളെ പരിഗണിച്ചുകൊണ്ടുമുള്ള നിയമങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഒരു സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും വിവാഹത്തിന്റെ പ്രായം എന്നത് പ്രായമായി കണക്കാക്കിയിട്ടില്ല.
കാരണം പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾക്ക് പക്വത എത്തുക എന്നുള്ളതുകൊണ്ട്. ശാരീരികമായ പക്വതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഒരു പെൺകുട്ടി അവൾ ശാരീരികമായ പക്വത എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക്, സമൂഹത്തിന്, സാമൂഹ്യ സംവിധാനത്തിന് എല്ലാം തീരുമാനിക്കാവുന്നതാണത്. പക്ഷേ അവിടെ ധാർമ്മികമായ ചുറ്റുപാട് നിലനിർത്താൻ ഈ സാമൂഹ്യ സംവിധാനം ബാധ്യസ്ഥമാണ് താനും. അതേസമയം ഒരു പെൺകുട്ടിക്ക് വിവാഹം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ, അവൾക്ക് കുടുംബബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് മാതാപിതാക്കൾക്ക് തോന്നുകയാണെങ്കിൽ, ആ സാമൂഹ്യ സംവിധാനത്തിന് തോന്നുകയാണെങ്കിൽ, ഒരു ധാർമ്മിക നിയമം എന്നുള്ള നിലക്ക് അടിച്ചമർത്താൻ ഇസ്ലാമിന് സാധ്യമല്ല. കാരണം അത് പ്രകൃതി വിരുദ്ധമാണ്. പിന്നെ മറ്റൊരു പ്രശ്നം, കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് ശരിയാണോ എന്ന്. കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആ ശരി പോലും പലപ്പോഴും ആപേക്ഷികമാണ് സമൂഹത്തിനനുസരിച്ച് എന്നുള്ളതാണ്. ശാരീരികമായി അവൾ ഒരു മാതാവാകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് അവൾക്ക് പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ. ആ മാതാവാകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ മനഃശാസ്ത്രപരമായ വശമാണ്. അവൾക്ക് മാനസികമായി അവൾ ഒരു മാതാവാകുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നത്. അത് പിന്നെ സമൂഹ മനസ്സാക്ഷിയും സമൂഹം ചെറുപ്പകാലത്തിലെ പെൺകുട്ടിയിൽ വരുത്തുന്ന മാനസികമായ ചില നിർദ്ദേശങ്ങളും എല്ലാം, സമൂഹം ചെലുത്തുന്ന നിർദ്ദേശങ്ങളെല്ലാം പലപ്പോഴും അവളുടെ ഭാവി വർത്തനങ്ങളെ ബാധിക്കാറുണ്ട്. അത് മറ്റൊരു വശമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രകൃതി മതമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമം എന്നുള്ള നിലക്ക് ഒരു വിവാഹത്തെ ഇത്ര പ്രായം എന്ന് വിലക്കാൻ നിർവാഹമില്ല. അതേസമയം ഇസ്ലാം നിർബന്ധമായും ഇത്ര പ്രായത്തിൽ വിവാഹം കഴിച്ചുവിടണം എന്ന് പറഞ്ഞിട്ടില്ല സ്ത്രീയുടെയും പുരുഷന്റെയും കാര്യത്തിൽ. പക്ഷേ ധാർമ്മികമായ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീക്കോ പുരുഷനോ അവരുടേതായ സാമൂഹ്യമായ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവാഹപ്രായം ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ധാർമ്മികമായ ചുറ്റുപാടുകളാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. ഇസ്ലാം ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ശൈശവ വിവാഹം നടത്തണം എന്ന് പറയുകയോ ഖുർആനും ഹദീസുകളും ആ രൂപത്തിലുള്ള ഒരു നിർദ്ദേശം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശൈശവ വിവാഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എൻ്റെ പേര് സജ്ന, സ്ഥലം കൽപ്പറ്റ. എൻ്റെ ചോദ്യം, അനന്തര സ്വത്തിൽ സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ഇത് സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന അനീതിയല്ലേ? സഹോദരിയുടെ ചോദ്യം, അനന്തരാവകാശ സ്വത്തിൽ പുരുഷന്റെ പകുതി മാത്രമേ സ്ത്രീക്ക് ലഭിക്കുന്നുള്ളൂ, അത് സ്ത്രീയോട് ചെയ്യുന്ന അനീതിയല്ലേ എന്നതാണ് ചോദ്യം. അപ്പോൾ അത് നീതിയാണോ അനീതിയാണോ എന്നതാണ് നമ്മുടെ മുൻപിലുള്ള പ്രശ്നം. ഹൈന്ദവ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനന്തരാവകാശ സ്വത്തിൽ അവകാശം ലഭിക്കുന്നത് 1956 ഹിന്ദു സക്സഷൻ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുമ്പോൾ മാത്രം. അതിനു മുൻപ് ഒരു നിയമങ്ങളിലും, മനുസ്മൃതി അതുപോലെ ഒരു നിയമങ്ങളിലും അവർക്ക് അനന്തരാവകാശ സ്വത്തിന് അവകാശമില്ല. ഉദാഹരണത്തിന് മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 105-ാം വചനം പറയുന്നുണ്ട്, ജ്യേഷ്ഠേവധു ഗൃഹണീയാത് പത്രിയം ധനം യശേത എന്ന് പറഞ്ഞിട്ടുള്ളൊരു വചനം. അതായത് അനന്തരാവകാശ സ്വത്ത് ആൺകുട്ടികൾ തമ്മിൽ വിഭജിച്ചെടുക്കണം, പെൺകുട്ടികൾക്ക് അവകാശമില്ല. ആ 104-ാം വചനവും പറയുന്നുണ്ട് അവർക്ക് അവകാശമില്ല. മറ്റൊരു വേദഗ്രന്ഥത്തിലും അവരുടെ നിയമസംഹിതകളിലും അവകാശമില്ല. മറിച്ച് 1956 മാത്രമാണ് അവർക്ക് അനന്തരാവകാശ സ്വത്തിൽ അവകാശം ലഭിക്കുന്നത്. ക്രൈസ്തവ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 1986 അതാണ് മനസ്സിലാക്കേണ്ടത്. 1986 മേരി റോയ് കേസിൽ വിധി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അവകാശം ലഭിക്കുന്നത്. 1986 സുപ്രീം കോടതി മേരി റോയ് കേസിൽ വിധി പ്രഖ്യാപിക്കും. അതിനു മുൻപ് അവർക്ക് അനന്തരാവകാശ സ്വത്തിൽ യാതൊരു അർഹതയും. എന്നാൽ വിശുദ്ധ ഖുർആൻ നിസ്സാ എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, ലിറിജാലി നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസ്സായി നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. അനന്തരാവകാശ സ്വത്തിൽ, അതായത് മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ട്, പുരുഷന്മാർക്ക് അവകാശമുണ്ട്. എന്നിട്ട് ഖുർആൻ അത് അധ്യായത്തിൽ പറയുന്നുണ്ട് പുരുഷൻ 2 ആണെങ്കിൽ സ്ത്രീക്ക് 1, അതിന്റെ പകുതിയാണ്. അപ്പോൾ ഇത് നീതിയാണോ എന്നതാണ് സഹോദരിയുടെ ചോദ്യം. നാം ഒരു കാര്യം വിലയിരുത്തേണ്ടത്, ഒരു ഉദാഹരണം എടുക്കാം. ഒരു പിതാവ് മരിക്കുന്നു, 3 ലക്ഷം രൂപയാണ് ആ പിതാവ് അവശേഷിപ്പിച്ച് പോയിരിക്കുന്നത്.
അപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം മറ്റൊരു അനന്തരാവകാശികളും ഇല്ല എന്ന് സങ്കല്പിക്കുക. 2 ലക്ഷം നാം പുരുഷന് നൽകുന്നു, 1 ലക്ഷം സ്ത്രീക്ക് നൽകുന്നു. ഈ 2 ലക്ഷത്തിൽ നിന്ന് പുരുഷന് സഹോദരിയുണ്ട് എങ്കിൽ സഹോദരിയെ പോലും സംരക്ഷിക്കണം. മറിച്ച് 1 ലക്ഷം ലഭിക്കുന്ന സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ 1 ലക്ഷത്തിൽ നിന്ന് സഹോദരനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, സഹോദരനും സമ്പാദിക്കാം, സഹോദരിക്കും സമ്പാദിക്കാം. എന്നാൽ സഹോദരി സമ്പാദിക്കുന്ന സമ്പാദ്യം സഹോദരിയുടേതാണ്, സഹോദരൻ അതിൽ നിന്ന് ലഭിക്കുന്നത്. വിവാഹ സമയത്ത് ഖുർആനിക നിയമമാണ് ഞാൻ പറയുന്നത്. വിവാഹ സമയത്ത് വിവാഹമൂല്യം ഈ മകൻ ഭാര്യക്ക്, പുതിയതായിട്ട് വരുന്ന വധുവിന് നൽകണം. മറിച്ച് സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വിവാഹ സമയത്ത് വിവാഹമൂല്യം തിരിച്ച് ഇങ്ങോട്ട് ലഭിക്കും. അപ്പോഴും ഈ 2 ലക്ഷത്തിൽ നിന്ന് സഹോദരന്റെ കാശ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറിച്ച് സഹോദരിയുടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഭാര്യയെ സംരക്ഷിക്കണം, സന്താനങ്ങളെ സംരക്ഷിക്കണം, മറ്റു ബന്ധുക്കളുണ്ട് എങ്കിൽ ബന്ധുക്കളെ സംരക്ഷിക്കണം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് കൊടുക്കേണ്ട, സന്താനങ്ങൾക്ക് കൊടുക്കേണ്ട ഇസ്ലാം യാതൊരു ബാധ്യതയും ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കും. അപ്പൊ വീണ്ടും അവരുടെ സമ്പാദ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇനി അവസാനം ഈ സഹോദരി പാപ്പരായി, ഒരു കാശുമില്ല സഹോദരന്റെ കയ്യിൽ കാശുമാണ്. സഹോദരിക്ക് ചോദിക്കാം, എന്നെ സംരക്ഷിക്കണം. കാരണം ബാധ്യത 1 ലക്ഷം മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംരക്ഷിക്കുവാനുള്ള ബാധ്യത. അപ്പൊ ഈ നീതിയാണോ അനീതിയാണോ എന്ന സഹോദരിയുടെ ചോദ്യത്തിന് മറ്റു 2-3 ഉദാഹരണങ്ങൾ പറയാം. അതായത് ഒരു ഓഫർ സ്ത്രീകൾക്ക് അങ്ങോട്ട് കൊടുക്കും, ഒരു ഓഫർ കൊടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ഭാഗം എടുത്തു, പുരുഷൻ 1 ഭാഗം, 2 നിങ്ങൾ എടുത്തു. എന്നാൽ നിങ്ങൾ സംരക്ഷിക്കുമോ? വാസ്തവത്തിൽ ഫ്രാൻസിൽ ഇതുപോലൊരു ഇതിന്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങൾക്ക് കൂടുതൽ തന്നാൽ സംരക്ഷണം നടത്തുമോ എന്നൊരു ഗാലപ്പോൾ നടത്തിയപ്പോൾ എല്ലാവരും അത് പറ്റില്ല. അപ്പൊ ആ ഒരു ഓഫറിന് ഒരു സ്ത്രീയും, കേരളത്തിലെ 99.9% സ്ത്രീകളും തയ്യാറാവുകയില്ല. കാരണം അവര് 2 എടുത്തോട്ട്, പുരുഷൻ 1 മതി. എന്നാൽ സംരക്ഷണ ബാധ്യത അവർ ഏറ്റെടുക്കണം, അത് തയ്യാറായി. അതല്ലെങ്കിൽ സഹോദരിമാർക്ക് മറ്റൊരു ഓഫർ കൊടുക്കണം, തുല്യം 1.5 ലക്ഷം അവർക്ക്, 1.5 ലക്ഷം സഹോദരൻ. ഈ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കട്ടെ, അതിനും അവർ തയ്യാറാകില്ല. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ സംരക്ഷണത്തിന്റെ മാർഗം നീതിയുക്തമാണ്. ഇനി മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നിങ്ങളോട് പറയുകയാണ്, ഇസ്ലാമിൽ ഒസ്യത്ത് എഴുതാൻ അനുവാദമുണ്ട്. എന്നാൽ ഒസ്യത്ത് ലീഗലൈസൻ അനന്തരാവകാശികൾക്ക് എഴുതുവാൻ സാധിക്കുകയില്ല. അനന്തരാവകാശികൾ എല്ലാത്ത ആളുകൾക്ക് എഴുതാം, 1/3 ഒസ്യത്ത് എഴുതാം. ഇനി അനന്തരാവകാശികൾക്ക് എഴുതണമെങ്കിൽ മറ്റു അനന്തരാവകാശികളുടെ അനുവാദം വാങ്ങിയാൽ മാത്രമേ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹൈന്ദവരെ സംബന്ധിച്ച് കോടതിയിൽ ഒരുപാട് കേസ്, സ്വത്ത് മുഴുവനും മഹാഭൂരിപക്ഷം 90-95% ആൺമക്കളുടെ പേരിൽ എഴുതി വെക്കും. കാര്യം നിയമഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അവകാശമുണ്ട്. എന്നാൽ ഒസ്യത്ത് പ്രകാരം അവർക്ക് മുഴുവൻ സ്വത്ത് മക്കളുടെ പേര്, അനന്തരാവകാശികളുടെ പേരിൽ എഴുതി വെക്കാം. അപ്പൊ എന്താണ് റിയാലിറ്റി, യാഥാർത്ഥ്യത്തോടുകൂടി കോടതികളിലും കേരളത്തിലെയും ഭാരതത്തിലെയും സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഒസ്യത്ത് പ്രകാരം, വില്ല് പ്രകാരം മഹാഭൂരിപക്ഷം സ്വത്തും പെൺമക്കളുടെ പേർക്ക് എഴുതി വെക്കില്ല, ആൺമക്കളുടെ പേർക്ക് എഴുതി വെക്കും. പെൺമക്കൾക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല. മറിച്ച് ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ ഒസ്യത്ത് എഴുതി തടി തപ്പാൻ പറ്റില്ല. എന്താണെങ്കിലും പകുതി അവർക്ക് ലഭിച്ചിരിക്കണം. ജീവിതകാലത്ത് ഇഷ്ടദാനം കൊടുക്കണമെങ്കിൽ പുരുഷന് 1 ലക്ഷം കൊടുത്താൽ, ആണിന് 1 ലക്ഷം കൊടുത്താൽ പെണ്ണിനും 1 ലക്ഷം കൊടുക്കണം. കാരണം ഇഷ്ടദാനം, ഗിഫ്റ്റിന്റെ നിയമവും അതാണ്. അതുകൊണ്ട് നീതിയുക്തമായിട്ടുള്ള ഒരു നിയമമാണ്. ഒരു അനീതിയും ഇതിലില്ല എന്ന് സഹോദരി മനസ്സിലാക്കുക. അക്ബർ സാഹിബിനോടാണ് ചോദ്യം. ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാമർത്ഥ്യത്തിന്റെയും മതമാണെന്ന് വളരെ ആകർഷണീയമായി അങ്ങ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പക്ഷെ ഈ ഒരു സത്യം നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ടത്ര രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. കുറച്ചുകൂടി വിശദമാക്കിയാൽ, നമ്മുടെ ലോകത്ത് കാണുന്ന, പൊതുവെ കണ്ടുവരുന്ന സമാധാന വിരുദ്ധമായ മേഖലകളിലൊക്കെ, തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ ഒരുപാട് മുസ്ലിം നാമധാരികൾ എന്ന് അവരെ പറയുമ്പോഴും മുസ്ലിം സഹോദരന്മാരുടെ പേരുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം വിരുദ്ധ മീഡിയകളുടെ ഒരു പ്രചരണമാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഘടകമെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിലും, ചരിത്രത്തിൻ്റെ ഏത് സന്ധിയിലാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ള ഒരു
അപജയത്തിലേക്ക് മുസ്ലിങ്ങൾ നീങ്ങിയിട്ടുള്ളത്. മീഡിയകളുടെ പ്രവർത്തനമാണെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഗ്രാമങ്ങൾ തൊട്ട് അന്തർദേശീയ തലങ്ങളിൽ വരെ മുസ്ലിങ്ങൾ ഇങ്ങനെ അപമതിക്കപ്പെടുമ്പോൾ ഒരു ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇതിൻ്റെ ഒരു യഥാർത്ഥമായ ചിത്രം ലോകത്തിന് കാണിക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരു ദൈക്ഷണികമായ ഒരു നേതൃത്വത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? പേര് മായി വെള്ളമുണ്ട. സുഹൃത്തിൻ്റെ ചോദ്യം, ഇസ്ലാം ശാന്തിയുടെ മതമാണ്, നീതിയുടെ മതമാണ് എന്നെല്ലാം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ലോകത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ പലപ്പോഴും ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും എല്ലാം വക്താക്കളായി കാണുന്നു. ഇതിന് കാരണം എന്താണ്? ഏത് രൂപത്തിലാണ് ഈ അപജയം സംഭവിച്ചത്? മീഡിയകളുടെ പ്രവർത്തനമാണെങ്കിൽ ആ രംഗത്ത് ദൈക്ഷണികമായി നമുക്ക് ചെയ്യാൻ കഴിയുക എന്താണ് തുടങ്ങിയ വളരെ വിശദമായ വിശകലനത്തിന് വിധേയമാക്കേണ്ട ഒരു ചോദ്യ ശൃംഖലയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. വളരെ സംക്ഷിപ്തമായി ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നത് ശാന്തിയുടെ ആദർശമാണ്, നീതിയുടെ ആദർശമാണ്. അശാന്തി ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുമായി യുദ്ധം ചെയ്യുവാൻ കൽപ്പിക്കുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീന. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അഥവാ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുമായി നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞതിന് ശേഷം വലാ തഅതദു, നിങ്ങൾ ഒരിക്കലും അതിരുവിടാൻ പാടില്ല. ആ അതിരുവിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നേയില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിരുവിടുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഭീകരവാദം എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് തന്നെ അനീതിയാണ്. അഥവാ ഇസ്ലാമിലെ യുദ്ധം, ഏത് യുദ്ധമാണെങ്കിലും ഇസ്ലാം ആ യുദ്ധത്തിന്റെ രംഗത്ത് നീതി വേണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. ആരാണോ യുദ്ധത്തിന് വരുന്നത് അവരുമായിട്ടാണ് യുദ്ധം, ആരാണോ എതിർക്കാൻ വരുന്നത് അവരുമായിട്ടാണ് യുദ്ധം. അതല്ലാതെ കണ്ടവനെ മുഴുവനും കൊന്നൊടുക്കുക എന്ന ആശയം അത് ഇസ്ലാമികമായ രീതിശാസ്ത്രം അനുസരിച്ച് അത് മനുഷ്യ വംശത്തെ മുഴുവനും കൊന്നതിന് സമമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ പടച്ചോൻ പറയാൻ, യഹൂദന്മാർക്ക് ഇസ്രായേലിയർക്ക് പ്രവാചകന്മാരിലൂടെ നൽകിയ നിർദ്ദേശം, ആരെങ്കിലും ഒരാളെ കൊന്നാൽ, ഒരാളെ വെറുതെ കൊന്നാൽ, ഒരാളെ പകരം കൊന്നതിന് പകരമായോ അതല്ലെങ്കിൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമായ ഒരു രാഷ്ട്ര സംവിധാനം ഒരാളെ കൊല്ലുകയല്ലാതെ കേവലം നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ കൊന്നതിന് തുല്യമാണ് എന്നാണ്. ഫമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ആരെങ്കിലും ഒരാളെ, ഒരു നിരപരാധിയായ ഒരാളെ, ഇതേപോലുള്ള ഒരാളെ ജീവൻ വെപ്പിച്ചാൽ, അയാളെ വെറുതെ അയാൾക്ക് ജീവിക്കുവാൻ അവസരം നൽകിയാൽ മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ ജീവിക്കുവാൻ അവസരം ജീവൻ നൽകിയതിന് സമമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അഥവാ അനാവശ്യമായി അനീതിയോടുകൂടി ഒരാളെ പോലും കൊല്ലുന്നതിനെ ഇസ്ലാം അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ രംഗത്ത് കൃത്യമായ നിയമം പഠിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാം കൃത്യമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യുദ്ധത്തിന് പോകുന്ന ആളുകളോട് പോലും, നിഷ്കളങ്കരായ യുദ്ധത്തിന് വരാത്ത ആളുകളോട് ഒരു കാരണവശാലും യുദ്ധം ചെയ്യാൻ പാടുന്നുള്ളതല്ല. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 90-ാമത്തെ വചനത്തിൽ സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കുന്ന ആളുകളുമായി പിന്നീട് യാതൊരു രൂപത്തിലും യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അത് കൃത്യമായി പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. യുദ്ധത്തിന്, ആ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം പറയുന്ന സ്ഥലത്ത് പോലും ഖുർആൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 193-ാമത്തെ വചനം, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു ലില്ലാഹ് ഫഇൻ ഇൻതഹു വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. എന്തിനു വേണ്ടി? ഫിത്ന ഇല്ലാതെയാകുവാൻ, പീഡനമില്ലാതെയാകുവാൻ, മതത്തിന്റെ പേരിൽ പീഡനമില്ലാതെയാകണം.
അള്ളാഹുവിനെ വേണ്ടിയാകണം മതം. അഥവാ പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് മതം സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വേണം. അതല്ലാതെ ആരുടെയെങ്കിലും ആയുധത്തെയോ ആരുടെയെങ്കിലും അധികാരത്തെയോ ഭയപ്പെട്ടുകൊണ്ട് മതം സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിന് പകരം മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, എന്നിട്ട് പറഞ്ഞു ഫൈനിൻ തഹു, അവരാരെങ്കിലും തന്നെ അതിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലോ പീഡനത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലോ മതസ്വാതന്ത്ര്യം അനുവദിച്ചു തരികയാണെങ്കിലോ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, അവർക്കെതിരിൽ യാതൊരു രീതിയിലുമുള്ള പ്രതികാര നടപടി ഉണ്ടാകാൻ പാടില്ല, അവരിൽ ഏറ്റവും അതിക്രമകാരികളായ ആളുകൾക്കെതിരിലല്ലാതെ. കൃത്യമാണ് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. അപ്പോ അതുകൊണ്ട് തന്നെ ഭീകരവാദം എന്നത് നിഷ്കളങ്കരായ ആളുകളെ കൊന്നൊടുക്കുന്നതിന്, അവരെ ഭയപ്പെടുത്തുന്നതിന്, നിഷ്കളങ്കരായ ആളുകളുടെ രക്തം ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊന്നൊടുക്കിക്കൊണ്ട് അത് വെച്ച് വിലപേശുന്നതിനാണ് പേര് പറയുന്നത് എങ്കിൽ ഇസ്ലാമിക സാങ്കേതിക ശബ്ദപ്രകാരം അത്തരം ഒരു യുദ്ധമോ അത്തരം ഒരു ഏർപ്പാടോ ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. ഇനി മാത്രം ഈ വർഗീയമായ വീക്ഷണത്തിലുള്ള എല്ലാ തരംതിരിവുകളെയും ഇസ്ലാം നിഷേധിക്കുന്നു. വളരെ കൃത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഇവിടെ വിശദീകരിക്കപ്പെട്ടു. എന്താ? വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്തിനു വേണ്ടിയാണോ യുദ്ധം? ഒരു വർഗ താല്പര്യത്തിന് വേണ്ടിയാണോ? ഒരു വർഗത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണോ? ഒരു ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണോ? പലപ്പോഴും വർഗീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, വംശീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു സമുദായത്തിൽ ജനിച്ചു എന്ന പേരിൽ മാത്രമുള്ള അവകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി, തീർച്ചയായും അവകാശത്തിനും നിലനിൽപ്പിനും വേണ്ടി സമരം ചെയ്യണം, അത് മറ്റൊരു വശം. പക്ഷേ അതിന്റെ പേരിൽ സംഘടനകളിൽ ഏർപ്പെടുകയും വർഗീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊല ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മിൽപ്പെട്ടവനല്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇസ്ലാമിൽപ്പെട്ടതല്ല. ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോ ഇസ്ലാം വർഗീയതയോ വംശീയതയോ പ്രോത്സാഹിപ്പിക്കുകയോ അനുകൂലിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നാം ആദ്യം മനസ്സിലാക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത്തരം ഒരു ആരോപണം ഉണ്ടായി? മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ എങ്ങനെ അവിടേക്ക് എത്തിച്ചേരുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി? ഇതിന് ചരിത്രപരമായി ഒരുപാട് വിശാലമായ വിശകലനം അനിവാര്യമാകുന്ന ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് തലങ്ങൾ. അതിൽ മുസ്ലിങ്ങൾ, എല്ലാ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും നിഷ്കളങ്കരാണ് എന്ന് ഒരഭിപ്രായം പറയാൻ ലോകത്തെ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ലോകത്തിന്റെ വിഗതികളെ കുറിച്ചോ അപഗ്രഥിക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല, കണ്ണട ചിരട്ടാക്കിക്കൊണ്ടേ പറ്റൂ. പക്ഷെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അവിടേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അടിസ്ഥാനപരമായ കാരണം അത് കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കാലമായി ഇസ്ലാം ടെററിസമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബോധപൂർവമായ പരിശ്രമങ്ങൾ. അതിന് കാരണം എന്താണ്? അതിന് കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഉണ്ടായ ദൈക്ഷണികമായ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഗത്ഭരായ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഒരു വിലയിരുത്തൽ നടത്തി. ആ വിലയിരുത്തൽ എന്തായിരുന്നു? ആ വിലയിരുത്തൽ മറ്റൊന്നുമല്ല, നമുക്ക് ബർനാഡ് ഷായുടെ വചനങ്ങളിൽ നമുക്ക് കാണാമത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഇഫ് എനി റിലിജൻ ഹാസ് എ ചാൻസ് ഓഫ് കോൺകറിംഗ് ഇംഗ്ലണ്ട് നേ യൂറോപ്പ്, ദാറ്റ് റിലിജൻ ഇസ് ഇസ്ലാം. അദ്ദേഹം പറഞ്ഞു. ബർനാഡ് ഷാ മുസ്ലിം ആയിരുന്നില്ല. ബർനാഡ് ഷാ ഇത് പറയുന്ന കാലത്ത് പെട്രോ ഡോളർ കണ്ടുപിടിച്ചിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന കാലത്ത് പെട്രോളിന്റെ ആഗമനത്തോടു കൂടി അറബികൾക്കനുസരിച്ച് പാശ്ചാത്യ ബുദ്ധിജീവികളിൽ ചിലർ എഴുതി വെക്കുന്ന മഠയത്വങ്ങളാണ് അവരുടെ പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള സംസാരങ്ങൾ എന്ന പൊതുവെയുള്ള വിലയിരുത്തൽ ഉണ്ടല്ലോ, പൊതുവെയുള്ള മീഡിയകളുടെ വിലയിരുത്തൽ. ആ മീഡിയകളുടെ വിലയിരുത്തലിന് യാതൊരു സ്ഥാനവും ഇല്ലാത്ത സമയത്ത് ബർനാഡ് ഷാ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മതത്തിന് ഇംഗ്ലണ്ടിനെ അല്ല യൂറോപ്പിനെ കീഴടക്കാൻ കഴിയുമെങ്കിൽ ആ മതത്തിന്റെ പേര് ഇസ്ലാം എന്നാണ് എന്ന്. അന്ന് യൂറോപ്പിൽ, ഇംഗ്ലണ്ടിൽ ഇസ്ലാമിന് മുസ്ലിങ്ങളുടെ ശതമാനം വളരെ 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 തുച്ഛമാണ്. പക്ഷേ എന്നിട്ടിത് പറയാൻ കാരണം ദൈക്ഷണികമായ വിപ്ലവത്തിന് മുന്നിൽ, ശക്തമായ വിപ്ലവത്തിന് മുന്നിൽ ഇസ്ലാമിന് മാത്രമാണ് മനുഷ്യരുടെ യുക്തിയെയും അതേപോലെ തന്നെ ഭക്തിയെയും ഒരേപോലെ സമന്വയിപ്പിക്കുന്ന, അത് യുക്തിയുടെയും ഭക്തിയുടെയും സമന്വയത്തിലൂടെ ആത്മീയവും ഭൗതികവുമായ ഉത്കർഷം സാധ്യമാക്കുന്ന ജീവിതത്തിന്റെ നിരാസത്തിലൂടെയല്ലാതെ ജീവിതത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ദൈവിക മാർഗദർശന പ്രകാരമുള്ള ജീവിതം നയിക്കുന്നതിലൂടെയുള്ള പൂർണ്ണമായ വിമോചനം എന്ന ഇസ്ലാമിന്റെ സങ്കല്പത്തിന് മാത്രമേ മനുഷ്യരെ നയിക്കുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയവരുടെ വിശകലനമായിരുന്നു അത്. തീർച്ചയായും എക്കാലഘട്ടത്തിലും ഇസ്ലാം തലവേദനയായി ഉയർന്നിട്ടുള്ള വിഭാഗങ്ങളുണ്ട്.
അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്കുള്ളതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2 തലങ്ങളിലുള്ള ആളുകൾക്ക് ഇസ്ലാം എന്നും വെറുപ്പാണ്. ഒന്ന് പൗരോഹിത്യത്തിനാണ്. പൗരോഹിത്യം ജനങ്ങളുടെ ആത്മീയതയെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരായി ചമയുന്നവർ, ദൈവത്തിന്റെ സ്വന്തക്കാരായി ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധികളായി ചമയുന്നവർ, ദൈവത്തിന്റെയും മനുഷ്യരുടെയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നവർ എന്ന് പറയുന്നവർ, ദൈവപുരുഷന്മാരായി സ്വയം പ്രത്യക്ഷപ്പെടുന്നവർ, ആത്മീയതയുടെ മൊത്തക്കച്ചവടക്കാരായി മാറുന്നവർ, ആളുകൾക്ക് സ്വർഗവും നരകവും എല്ലാം വീതിച്ചു നൽകുന്നവർ, അതിനുവേണ്ടി അതിൽ നിലനിൽക്കുന്ന ആളുകൾ, ഇവർക്ക് എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ദൈവവും മനുഷ്യനും തമ്മിൽ നേരിട്ടുള്ള ബന്ധമെന്ന ആശയം വെറുപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് പിന്നെ ചാൻസ് ഇല്ലല്ലോ. അവർക്ക് ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പൗരോഹിത്യം ഇസ്ലാമിന് നേരെ പ്രതിയോഗപരമായ നിലപാടുമായി എക്കാലഘട്ടത്തിൽ നിലകൊണ്ടിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും തുടർന്നു പോന്നിട്ടുണ്ട്. കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം ഇത് കുറച്ചുകൂടി ശക്തമായി എന്ന് പറഞ്ഞാൽ അത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം അതിന്റെ കാരണങ്ങൾ. ആ കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം പൗരോഹിത്യത്തോടൊപ്പം തന്നെ മുൻകാലഘട്ടത്തിലും ഇസ്ലാമിനോട് വെറുപ്പോട് കൂടി നോക്കിയ മറ്റൊരു വിഭാഗമുണ്ട്. അതാരാണ്? ഭൗതിക പ്രമത്തന്മാർ, ഭൗതികതയുടെ വക്താക്കൾ. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞാൽ തിന്നുകയും കുടിക്കുകയും രസിക്കുകയും രമിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതം. പരമാവധി തിന്നുക, പരമാവധി ആസ്വദിക്കുക, പരമാവധി രമിക്കുക, പരമാവധി ജീവിതത്തെ രസത്തോടുകൂടി മുന്നോട്ട് നയിക്കുക. അവിടെ വിലക്കുകളില്ല, അവിടെ മറ്റ് നിയമനിർദ്ദേശങ്ങളില്ല, മറ്റ് വിധിവിലക്കുകൾ പാടില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞവർ. അവർക്ക് പല പേരുകൾ പലരും ഇട്ടിട്ടുണ്ടാകാം. പക്ഷേ അതിന് ഈ രണ്ട് കൂട്ടരും നമ്മൾ ഇന്ന് അതിന് എന്ത് പേര് വിളിച്ചാലും പലപ്പോഴും സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആദർശം, ഒരു ആദർശം എന്നുള്ള രീതിയിലല്ലെങ്കിലും ഒരു തത്വശാസ്ത്രം എന്നുള്ള രീതിയിലല്ലെങ്കിലും ഇന്നത്തെ സമൂഹത്തെ ആധുനിക യുവതയെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആദർശം ഇതാണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവർ രണ്ടു കൂട്ടരും കൂടി ഈ കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം ഒരു ടൈഅപ്പ്, ഒരു യോജിപ്പാണ് കാണുന്നത്. എന്താണ് ആ യോജിപ്പ് എന്നറിയാമോ? മതം പൗരോഹിത്യത്തിന്റെ ആളുകൾ അവർ പറഞ്ഞു, മതം എന്ത് ചെയ്ത് ഞങ്ങൾ പള്ളികളിൽ ഒതുങ്ങാം, ഞങ്ങൾ കേവലം ആത്മീയമായ ഉപദേശങ്ങളിൽ ഒതുങ്ങാം, ജീവിതത്തിന്റെ മറ്റ് രംഗങ്ങളിൽ മതത്തിന് പ്രവേശനം ആവശ്യമില്ല, മതം പള്ളികളിൽ ഒതുങ്ങട്ടെ, അത് വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങട്ടെ. ജീവിതത്തിന്റെ മറ്റ് രംഗങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെ വസ്ത്രമുടുക്കണമെന്ന്, എന്തൊക്കെ ഭക്ഷിക്കണമെന്ന്, എന്തൊക്കെയായിരിക്കണം അയാളുടെ സാമ്പത്തികമായ കൊള്ളക്കൊടുക്കകളെന്ന്, ആ രംഗത്ത് അയാൾ ഏത് നിയമമാണ് അനുധാവനം ചെയ്യേണ്ടത്, ഏത് ആ രംഗത്ത് മതം ഇടപെടാൻ പാടില്ല, അത് ഞങ്ങൾ ഇടപെട്ടുകൊള്ളും. മാർക്കറ്റിംഗിന്റെ ടെക്നോളജി ഞങ്ങളുടെ കൈകളിലാണ്. അവർ പറഞ്ഞത്, അവർ സ്വയം വിളിച്ചത് അതിന് മുതലാളിത്തവതാണ്. ഇങ്ങനെ മുതലാളിത്തവും മതവും തമ്മിലുള്ള, പൗരോഹിത മതവും തമ്മിലുള്ള ടൈഅപ്പ് തുടങ്ങി. അതിന്റെ ജാരസന്തതിയായി ഇതിനെതിരെ ഈ രണ്ട് തലത്തിലും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആദർശമാണ് ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ മതം എന്നത് ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്ന ഒരു ഏർപ്പാടല്ല. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ദൈവികമായ മാർഗദർശനം അനുധാവനം ചെയ്യുന്നവനാണ് മുസ്ലിം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെ ഉടുക്കണമെന്ന്, എന്ത് കഴിക്കണമെന്ന്, എന്ത് ചെലവഴിക്കണമെന്ന്, എങ്ങനെ ചെലവഴിക്കണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് എല്ലാം ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കേവലം മതം ദൈവത്തിന്റെ ദല്ലാളന്മാർ കേൾപ്പിച്ചു കൊടുക്കുക എന്ന ഏർപ്പാട് ഇസ്ലാമിന് പരിചയമില്ല. അതോടൊപ്പം തന്നെ സാമൂഹ്യമായി ജീവിതത്തെ മതത്തിൽ നടത്തുക എന്ന ഏർപ്പാടും ഇസ്ലാമിന് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ശത്രുവായി ഇസ്ലാം തീർന്നു. അത് എന്നും അങ്ങനെയായിരുന്നു, വിശേഷിച്ച് കുരിശുയുദ്ധത്തിന് ശേഷം അങ്ങനെയുണ്ടായി. അതിന്റെ സ്വാഭാവികമായ പരിണിതിയായി അവർ നിർമ്മിച്ചെടുത്ത ഇസ്ലാമിന് നേരെ ഈ ചിന്തിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, അറിയാനിടവന്നാൽ ആളുകൾ അതിലേക്ക് ആകൃഷ്ടരാകും എന്ന് മനസ്സിലാക്കിയ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ രചനകളിൽ നിന്ന് ഉൾക്കൊണ്ട ആളുകൾ, അവർ ഇസ്ലാമിനെ നേരെ ചിന്തിക്കുന്ന ആളുകളൊന്നും തിരിഞ്ഞു നോക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിർമ്മിച്ചെടുത്ത ഒരു സ്ലോഗനാണ് ഇസ്ലാമീസ് ടെററിസം എന്ന സ്ലോഗൻ. മീഡിയ എന്ന ആയുധം, അഥവാ ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും ശക്തമായ ആയുധം എന്നറിയപ്പെടുന്ന മീഡിയ, ആ മീഡിയ ഉപയോഗിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് നിർബന്ധമായും അടിച്ചേൽപ്പിച്ച ഒരാശയമായിരുന്നു ഇത്, ഇസ്ലാമിക് ടെററിസം. ഇതിന് മീഡിയ വളരെ ശക്തമായി ഇരട്ട ഡബിൾ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചു. ഡബിൾ സ്റ്റാൻഡേർഡുകൾ നമുക്കറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ മനസ്സിലേക്ക് പോലും, ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലേക്കും ഒരു ചിത്രം കാണുമ്പോൾ ആ ചിത്രത്തിന്റെ ഫലമായി വന്നു ഭവിക്കുന്ന ആശയം എന്തായിരിക്കും എന്ന് നമുക്കറിയാവുന്നതാണ്. എന്താണത്?
ഒരേ ടെലിവിഷനിൽ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഒരേ ടെലിവിഷനിൽ തന്നെ ഒരു താടിയുള്ള മനുഷ്യൻ, ആ താടിയുള്ള മനുഷ്യൻ അയാള് പിന്നെ ആ താടിയുള്ള മനുഷ്യൻ ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ ആ ശാസ്ത്രജ്ഞന്റെ താടി, ആ ശാസ്ത്രജ്ഞനെ കുറിച്ച് പറയുമ്പോൾ ആ ശാസ്ത്രജ്ഞനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു താടിയുള്ള മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് വരിക ഈ താടി ബുദ്ധിജീവനത്തിന്റെ, അയാളുടെ വിവരത്തിന്റെ, അയാളുടെ ചിന്താശേഷിയുടെ ചിഹ്നമായിട്ടാണ്. ഇതേ വ്യക്തിയുടെ പേരെഴുതി കാണിക്കുമ്പോൾ അതൊരു മുസ്ലിം പേരാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇത് അയാളൊരു മുസ്ലിം മതമൗലികവാദിയാണ് എന്ന വിചാരമാണ്. എങ്ങനെ ഇത് മീഡിയ സൃഷ്ടിച്ചെടുത്തു? വളരെ സമർത്ഥമായി സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതാണ് എന്താ, ഒരേ വസ്ത്രം ഒരു കന്യാസ്ത്രീ ധരിക്കുമ്പോൾ അത് കാരുണ്യത്തിന്റെ, സേവനത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ ചിഹ്നമാണ്. അതേ വസ്ത്രം തന്നെ ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുമ്പോൾ ജഡത്വത്തിന്റെ, പിന്നോക്കത്തിന്റെ, മതമൗലികതയുടെ ചിഹ്നമാണ്. ഒരേ ബോംബ് അത് ഒരു മുസ്ലിം രാഷ്ട്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളുള്ള രാഷ്ട്രം, മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രം നിർമ്മിച്ചാൽ അത് ഇസ്ലാമിക ബോംബാണ്. അതേ ബോംബ് തന്നെ അതല്ലാത്ത രാഷ്ട്രം നിർമ്മിച്ചാൽ അത് മാനവികതയ്ക്ക് വേണ്ടിയുള്ള ബോംബാണ്. നിങ്ങൾക്കറിയാമോ, 2ാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട ആളുകൾ, ആ സ്ഥലങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്തതിന് പിന്നിലുള്ള യുക്തി പോലും പലപ്പോഴും അനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും അത് വേണ്ട രൂപത്തിൽ അപഗ്രഥിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? സഖ്യസേനയിൽ പ്രധാനപ്പെട്ട ഇറ്റലിയുടെയോ ജർമ്മനിയിലെയോ ഏതെങ്കിലും സ്ഥലങ്ങൾ, ഏതെങ്കിലും പ്രദേശങ്ങൾ തെരഞ്ഞെടുക്കാതെ ജപ്പാനിലെ, ഏഷ്യ രാജ്യത്തിലെ ജപ്പാനിലെ ചില സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം, അവിടെ ഇറ്റലിയിലും ജർമ്മനിയിലും ജീവിക്കുന്നവർ യൂറോപ്യന്മാരാണ് എന്നും അവര് സത്യക്രിസ്ത്യാനികളാണ് എന്നുമുള്ള ഉത്തരവാണ്. അതേസമയം പാവപ്പെട്ട ഏഷ്യക്കാരുടെ തലയിൽ തന്നെയാകട്ടെ, അതും ബുദ്ധമത വിശ്വാസികളുടെ തലയിലാകട്ടെ, ആദ്യത്തെ ആറ്റം ബോംബിന്റെ പരീക്ഷണം എന്ന് വിചാരിച്ച ആളുകളുടെ വിശാല വീക്ഷണത്തെ നാം മാനവികത എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇതാണ് ഞാൻ പറയുന്നത് മീഡിയയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച്. ഇത് എല്ലാ തലത്തിലും നമുക്ക് കാണാൻ കഴിയും. വിശദീകരിക്കുവാൻ സമയമില്ല, അത് തന്നെ മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയമാണ്. ഇതുപയോഗിച്ച്, മീഡിയ എന്ന ശക്തമായ ആയുധം ഉപയോഗിച്ച് ഇസ്ലാം ഭീകരവാദമാണ് എന്ന് വരുത്തി തീർത്തു. ഇതിന്റെ ഫലമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫലം എന്താണ്? ഫലം, മീഡിയയുടെ സവിശേഷത എന്താണ്? ആറ്റം ബോംബ് എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കുന്നുവെങ്കിൽ, ന്യൂട്രോൺ ബോംബ് ജീവനുള്ള വസ്തുക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്നുവെങ്കിൽ, മീഡിയ എന്ന ആയുധം മനുഷ്യരുടെ ആത്മാവിനകത്തേക്ക് കയറി ചെന്ന് അവനെ തന്നെ അവന്റെ ശത്രുവാക്കി മാറ്റുന്നു എന്നാണ് ആ രംഗത്തെ വിദഗ്ധന്മാർ സൂചിപ്പിക്കുന്നത്. അതെ, മീഡിയ എന്ന ആയുധം ഇസ്ലാം ഭീകരവാദമാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ അതിന്റെ ഉപോൽപന്നമായി ഉണ്ടായി വന്നത് മുസ്ലിങ്ങളിലെ അസംതൃപ്തരായ ഗ്രൂപ്പുകൾ. ആ അസംതൃപ്തരായ ഗ്രൂപ്പുകൾ അവരുടെ അസംതൃപ്തിയുടെ പ്രകടനത്തിന് സ്വാഭാവികമായും മീഡിയയുടെ പ്രചാരണം വഴി ഞങ്ങളുടെ മുന്നിൽ ആകെയുള്ളൊരു മാർഗം ആയുധമെടുത്ത് ആത്മഹത്യാപരമായി അടരാടുകയാണ് എന്ന ധാരണയുണ്ടാക്കുകയും ആ ധാരണയുടെ ഫലമായി തന്നെ മുസ്ലിങ്ങളിൽ ഈ രൂപത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായി വരികയും ചെയ്തത്. സത്യത്തിൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലുള്ള ഗ്രൂപ്പുകളുടെ എല്ലാം ബ്രെയിൻ പലപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഫ്രീമേസണറിയിലാണ് എന്നുള്ള അനാലിസിസ് വളരെ ശ്രദ്ധേയമാണ്. അത് മറ്റൊരു വശമാണ്. അഥവാ ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ ഈ രൂപത്തിൽ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നത് പോലും ഈ മീഡിയയുടെ അവരുടെ ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് എന്ന് ചോദിച്ചാൽ, ആയുധമെടുക്കുക, അങ്ങനെ ആയുധമെടുത്തുകൊണ്ട് ഒരു എല്ലാ അർത്ഥത്തിലും സായുധ സജ്ജരായ ഒരു രാജ്യത്തിന്റെ പിന്തുണയുള്ള, രാഷ്ട്ര സംവിധാനത്തിന്റെ പിന്തുണയുള്ള പട്ടാളക്കാരും മറ്റ് സംവിധാനങ്ങളുമെല്ലാമുള്ള ആളുകൾക്കെതിരെ കേവലമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമരം ചെയ്യുകയും അതുമൂലം നിങ്ങളുടെ വിമോചനം സാധ്യമാകും എന്നുള്ളൊരു ധാരണ വളർത്തുകയും ചെയ്യാൻ മീഡിയ പരിശ്രമിക്കണം. ആ രംഗത്ത് മുസ്ലിങ്ങൾ പല സ്ഥലത്തുമുള്ള, സ്വാഭാവികമായും ഞാൻ എന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ അനീതി നിലനിൽക്കുന്നിടത്ത് അശാന്തമായ മനസ്സുണ്ടാകും. ആ അശാന്തമായ മനസ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങളെ പ്രത്യേകമായി വിഗ്രഹവൽക്കരിച്ച് കാണിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലോകത്തിൻ്റെത്. നിങ്ങൾ നോക്കുക, ലോകത്തിൽ പല സ്ഥലത്തും ഇന്നും പല സ്ഥലത്തും ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ചുകൊണ്ട് യുദ്ധങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ഒരു ഉദാഹരണം. ആരാണ്?
ആരാണ് റിപ്പബ്ലിക്കൻ ആർമിയിലുള്ളത്? സത്യക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകൾ ആരും വിളിച്ചു കണ്ടിട്ടില്ല. ക്രിസ്ത്യൻ ഭീകരവാദികൾ ആരും വിളിച്ചു കണ്ടിട്ടില്ല. എന്തേ കാരണം? അവര് ഇതേ രൂപത്തിൽ കശ്മീരിലുള്ള ഭീകരവാദികൾ ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഭീകരവാദികൾ എന്ന് വിളിക്കപ്പെടുന്നവർ ചെയ്യുന്നത് പോലെ അതേ രൂപത്തിലുള്ള ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്ര സംവിധാനത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ വിളിക്കാൻ മീഡിയ തയ്യാറാവാറില്ല. അതിന്റെ കാരണവും ഇത് തന്നെയാണ്. സ്വാഭാവികമായും ആ സമൂഹത്തിൽ ആ രൂപത്തിൽ വളർന്നു വന്നുകൂടാ എന്ന് മീഡിയക്ക് നിർബന്ധമുണ്ട്. ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ആ പരിഹരിക്കപ്പെടേണ്ട മാർഗം അത് വ്രണമാക്കാതിരിക്കുക എന്നതാണ്. മുസ്ലിം ലോകത്താകട്ടെ ഈ രൂപത്തിലുള്ള സംഭവങ്ങളെയെല്ലാം പ്രത്യേകമായി എടുത്ത് അതിനെ വിഗ്രഹവൽക്കരിച്ച് അതിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ തന്നെ മുസ്ലിം ലോകത്തെ ആക്കി തീർക്കാൻ വേണ്ടി ബോധപൂർവമായി പരിശ്രമിക്കുന്നു. ഇവിടെയാണ് സുഹൃത്തിന്റെ ചോദ്യം ഏറ്റവും പ്രസക്തമാകുന്നത്. എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ശത്രുവിനെ തിരിച്ചറിയുക എന്നതാണ്. ഏറ്റവും വലിയ കാര്യം ശത്രുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മാർഗത്തിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോയി ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ വിമോചനത്തിനല്ല എന്നും നമ്മുടെ രക്ഷക്കല്ല എന്നും, മറിച്ച് നമ്മെ, ഈ സമൂഹത്തെ, ഈ ആദർശത്തെ, ഈ തത്വസംഹിതയെ ഭയപ്പെടുന്ന ആളുകൾ ആദർശ പ്രബോധനത്തിന്റെ രംഗത്തേക്ക് മുസ്ലിങ്ങളുടെ ഊർജ്ജമൊഴുകിയാൽ അത് തങ്ങളുടെ കച്ചവട താല്പര്യത്തിന് പ്രയാസകരമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ബോധപൂർവമായി നമ്മുടെ ഊർജത്തെ തിരിച്ചുവിടുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളാണിത് എന്ന് തിരിച്ചറിയുകയും ആ പരിശ്രമങ്ങൾക്ക് പകരം ആദർശ രംഗത്തെ ശക്തമായ സമരത്തിന് കോപ്പുകൂട്ടുകയും ചെയ്യാൻ നാം സന്നദ്ധമാവുക എന്നതാണ് തിരിച്ചറിവിന്റെ മാർഗം. അങ്ങനെ സന്നദ്ധമാകുവാൻ നാം സന്നദ്ധമാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായും നമ്മെ ഏത് ലക്ഷ്യത്തോടുകൂടി നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവരുടെ ലക്ഷ്യത്തിനെതിരെയുള്ള പ്രവർത്തനമായിരിക്കും നാം ചെയ്യുക. അതേസമയം അവരുടെ ലക്ഷ്യത്തിന് അനുഗുണമായി നാം കേവലമായ ഭീകരവാദപരമായ പ്രവർത്തനങ്ങളിലും തീവ്രവാദപരമായ പ്രവർത്തനങ്ങളിലേക്കും പോകുമ്പോൾ അവർ വിജയിക്കുന്നു. അതേസമയം അവരുടെ പ്രവർത്തനത്തിന് വിരുദ്ധമായി, അവരുടെ പ്രചോദനത്തിന് വിരുദ്ധമായി കൃത്യമായി ആദർശ വിപ്ലവവുമായി, ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമായി ശക്തമായി നമ്മൾ നിലനിൽക്കുമ്പോൾ ഇത്തരം ശക്തികളെല്ലാം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേണ്ടത് ആ രംഗത്തെ പ്രവർത്തനങ്ങളാണ്. ആ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ആര് പൂച്ചക്ക് മണികെട്ടും എന്ന് ചോദിച്ചതുപോലെ ആര് നേതൃത്വം വഹിക്കുന്നതാണ്. തീർച്ചയായും നാം ഓരോരുത്തരും അതിന് ശ്രമിക്കുക. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ കാൽവെപ്പുകളാണ് ലോകത്ത് മഹത്തായ വിപ്ലവങ്ങൾക്ക് തുടക്കമായിട്ടുള്ളത്. നാം ശ്രമിക്കുമെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ തലങ്ങളിൽ ആ കാൽവെപ്പിന് കഴിയുമെങ്കിൽ ഇന്ന് ലോകത്ത് ഈ ശക്തമായ ഒരു മുന്നേറ്റത്തിന് തന്നെ മുസ്ലിം സമൂഹത്തിന് കഴിയും. അതിന് ആദർശത്തിലേക്കുള്ള തിരിച്ചുപോക്കും, ആദർശപരമായ നവജാഗരണവും അതോടൊപ്പം തന്നെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമാണ് നടക്കേണ്ടത്. ആ രംഗത്താണ് നാം ശക്തമായി നിലകൊള്ളേണ്ടത്. നമ്മളെ കഴിയുന്ന എല്ലാ പടച്ചതമ്പുരാൻ അനുവദിച്ചിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഈ ആദർശത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ നാം സന്നദ്ധമാവുക. ഇതാണ് അതിനുള്ള മാർഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എൻ്റെ പേര് ഷാനവാസ്. അക്ബർ സാഹിബിൻ്റെ പ്രഭാഷണത്തിലേക്ക് ഒരു താക്കീത് കാരണം കടന്നുപോകാൻ സമുദായം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദേശീയമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അത്തരം താക്കീതുകാർ വന്നിട്ടുണ്ടോ എന്ന് വിശദീകരിക്കും. സഹോദരൻ ചോദിച്ച ചോദ്യം ഭാരതത്തിൽ പ്രവാചകർ വന്നിട്ടുണ്ടോ എന്നതാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു താക്കീതുകാരൻ ചെന്നിട്ടില്ലാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല. അടിസ്ഥാനപരമായ വിശ്വാസം, തൗഹീദ്, ഏകദൈവ വിശ്വാസം, അതുപോലെ തന്നെ ആഖിറത്ത്, പരലോക വിശ്വാസത്തെ സംബന്ധിച്ച് മനുഷ്യ സമൂഹത്തെ അറിയിക്കുവാനായിട്ട് കാലാകാലങ്ങളിൽ സർവേശ്വരനായ സൃഷ്ടാവ് പ്രവാചകരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രവാചകരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്, 25 പ്രവാചകരെ സംബന്ധിച്ച്. എന്നാൽ ഖുർആൻ ഒരിക്കലും പറയുന്നില്ല 25 പ്രവാചകരെ കൊണ്ട് അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഒരു ഹദീസ് പ്രകാരം 1,24,000-ൽ പരം പ്രവാചകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും ഭാരതത്തിലും പ്രവാചകർ വന്നിട്ടുണ്ട് എന്ന്.
അത് വ്യക്തമായിട്ട് ആര് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുകയില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിൽ പ്രവാചകർ വന്നു എന്ന് നാം പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തൗഹീദ്, ആ തൗഹീദ് ഭാരതത്തിലെ ദർശനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 112 അധ്യായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദൈവം ഏകനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവനെ പോലെ യാതൊന്നുമില്ല. പ്രപഞ്ചത്തിലേക്കൊന്ന് നിങ്ങൾ നോക്കുക, ഏകനായിട്ടുള്ളത് ദൈവം മാത്രമാണ്. സൂര്യനുണ്ടെങ്കിൽ അനേകം നക്ഷത്രങ്ങളുണ്ട്, ഭൂമിയുണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങളുണ്ട്, ജീവജാലങ്ങളും അനേകമാണ്. അപ്പോൾ ദൈവം ഏകനാണ്. 2, ഈ നിർവചന പ്രകാരം ദൈവം ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും ബുദ്ധനും യേശുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും ഇവരെല്ലാവരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വായു ശ്വസിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ നിർവചനത്തിൽ ഇവരും ഉൾക്കൊള്ളുകയില്ല. മൂന്നാമതായിട്ട് ഈ നിർവചനം പറയുന്നത് ദൈവം ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം ജനിച്ച വ്യക്തിയല്ലായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സന്താനങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ദൈവമല്ല. ഈസാ നബി അലൈഹിസ്സലാമിന് സന്താനങ്ങളില്ല എന്ന് പറയുന്നു. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം ഒരു മാതാവിന്റെ ഉദരത്തിലാണ് പിറന്നത്. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമും ജീസസ് ക്രൈസ്റ്റും ഈ നിർവചനത്തിൽ പെടുകയില്ല. അവസാനത്തെ ഭാഗമുണ്ട്, ദൈവത്തെ പോലെ യാതൊന്നുമില്ല. അപ്പൊ ചുരുക്കത്തിൽ ആരംഭവും അവസാനവും ഇല്ലാത്ത, രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും പരിണാമങ്ങൾക്കും അതീതമായ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ നിബുലകളെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാം ഉൾക്കൊള്ളുന്ന ആ ശക്തിയാണ് ദൈവം. അതാണ് ഖുർആൻ പറയുന്നത്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നതാണ് ഖുർആൻ ഉണർത്തുന്നത്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെന്നാൽ, ഉദാഹരണത്തിന് കേനോപനിഷത്തിലെ പ്രഥമഖണ്ഡം 7-8 ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. യച്ചക്ഷുഷാന പശ്യതി യേന ചശ്യംശി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസ്സതേ യത് ശ്രോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസ്സതേ. കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തത്, എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് പരബ്രഹ്മം, ദൈവം. കണ്ണുകൾ കൊണ്ട് മനുഷ്യർ ആരാധിക്കുന്നത് ദൈവമല്ല. കാതുകൾ കൊണ്ട് കേൾക്കുവാൻ സാധിക്കാത്തത്, എന്നാൽ കാതുകൾക്ക് കേൾവി ശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് പരബ്രഹ്മം, ദൈവം. കാതുകൾ കൊണ്ട് മനുഷ്യർ കേട്ട് ആരാധിക്കുന്നത് പരബ്രഹ്മമല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന്റെ നിർവചനമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഉപനിഷത്തുകൾ പരിശോധിച്ചാൽ, അപാണി പാദോ ജവനോ ഗൃഹീത്യ പശ്യത്യ ചക്ഷുസാ ശൃണോത്യ കർണ സവേദി വേദ്യം നജ തസ്യാസ്യതി വേദ തമാഹുരഗ്ര്യം പുരുഷം മഹാന്തം. എല്ലാ സ്ഥലത്തും പാദങ്ങളുള്ളതും എല്ലാ സ്ഥലത്തും കണ്ണുകളുള്ളതും കാലുകളുള്ളതുമായിട്ടുള്ള ആ ഒരു ശക്തിയെ സംബന്ധിച്ച് ഋഗ്വേദത്തിലുണ്ട്. ഹിരണ്യഗർഭസമവർത്തിതാഗ്ര, ഇങ്ങനെ ഒരുപാട് നിർവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇസ്ലാം ഉണർത്തുന്ന, വിശുദ്ധ ഖുർആനിൽ പ്രകാരം പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്ന ദൈവത്തിന്റെ നിർവചനം ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തന്നെയാണ് പ്രവാചകർ ഉത്ബോധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന പോലെയുള്ള പ്രവാചകർ ഭാരതത്തിലും വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഖുർആൻ പറയുന്നത് പരലോക വിശ്വാസത്തെ സംബന്ധിച്ചാണ്. നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുന്ന ഒരു പരലോകത്തെ സംബന്ധിച്ചാണ്. ഉദാഹരണത്തിന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അപ്രേത ലോകത്തിന് ഈശനായി വാഴുന്ന മൂപ്പർ പുകഴ്ന്നിടും നീതിമാനാം യമൻ ചത്തിടും പ്രാണിവർഗങ്ങളെ കൊണ്ട് സ്വന്തമാം വൃത്യരെ കൊണ്ട് നന്മക്കനുസൃതമായിട്ടുള്ള പ്രതിഫലവും തിന്മക്കനുസൃതമായിട്ടുള്ള ശിക്ഷയും ലഭിക്കുന്ന ഒരു ഭാഗവതത്തിലെ ആ വചനമുണ്ട്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാം വചനത്തിൽ ഞാൻ നേരത്തെ ഉദ്ധരിച്ചിരുന്നു, ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ ഭോക്ഷ്യസേ മഹി തസ്മാദ് ഉത്തിഷ്ഠ കൗന്ത്യയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് പറയുന്നത്. സ്വർഗത്തെ സംബന്ധിച്ച് നീ വിജയിക്കുകയാണ് എങ്കിൽ രാജ്യം അനുഭവിക്കാം, രണ്ടാണെങ്കിലും എഴുന്നേൽക്കു കുന്തിപുത്ര യുദ്ധം ചെയ്യുവാൻ. ഇത് വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ സ്വർഗത്തെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലെ 16-ാം വചനത്തിൽ ശ്രീകൃഷ്ണൻ പറയുകയാണ്, അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ചൗ. കാമഭോഗങ്ങളിൽ പെടുന്നവർ നരകത്തിൽ പതിക്കുമെന്ന് കഠോപനിഷത്ത് പറയുന്നുണ്ട്. സ്വർഗീയ ലോകേ എന്ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ചരക പിപേതി ഉപേ തീർത്ഥാശനായ പിപാസേ ശോകാതകോ മോദാദേ സ്വർഗലോകെ. സ്വർഗലോകത്തിൽ ഭയമില്ല, ദുഃഖമില്ല, ദുരന്തമില്ല, വ്യാകുലതയില്ല, രോഗമില്ല. അങ്ങനത്തെ സംബന്ധിച്ചുള്ള ഒരു സ്വർഗലോകത്തെ സംബന്ധിച്ച് നമുക്ക് പറയുന്നത് കാണാം.
അപ്പൊ ഇസ്ലാം പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം ഈ വേദഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാൽ ഇവിടെയും വ്യതിചലനം വന്നു. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. മുസ്ലിങ്ങളുടെ ഇടയിൽ വ്യതിചലനം വന്നില്ലേ? ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും, അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും, അവന്റെ മുൻപിൽ മാത്രമേ ശിരസ് കുമ്പിടുവാനും പാടുള്ളൂ എന്ന് ഉണർത്തിയില്ലേ ഖുർആൻ? അതല്ല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അതുകൊണ്ടല്ലേ നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കാത്തത്? അതുകൊണ്ടല്ലേ നാം ഈസാ നബി അലൈഹിസ്സലാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കാത്തത്? മുസ്ലിങ്ങൾക്ക് അതിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ വന്നതുപോലെ തന്നെ അവർക്കും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് എല്ലാ വസ്തുക്കളെയും ആരാധിക്കാം. ആകാശാൽ പതിതം തോയം യഥ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. എപ്രകാരമാണോ ആകാശത്തിൽ നിന്നുള്ള ജലം സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്, അതുപോലെ എല്ലാത്തിനെയും ആരാധിക്കാമെന്ന വിശ്വാസം കടന്നു വന്നിട്ടുണ്ട്. അത് വ്യതിചലനമാണ്. അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും ഒന്നാണ് എന്ന അദ്വൈത സിദ്ധാന്തമുണ്ട്. ഇന്ന് ഹൈന്ദവർക്കിടയിലുള്ള അദ്വൈത സിദ്ധാന്തമാണ്. നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഹൈന്ദവ സഹോദരങ്ങളുടെ ഏകദൈവ വിശ്വാസമാണ് നിങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ളത്. അദ്വൈതം പറയുന്നത് മനുഷ്യനും ദൈവവും ഒന്നാണ് എന്നതാണ്. അതിന് ഉദാഹരണം പറയുന്നത് ഒരു മൺചട്ടി ഉണ്ടല്ലോ. ഈ മൺചട്ടിക്കുള്ളിൽ മണ്ണുണ്ട്. മൺചട്ടി പൊട്ടിക്കഴിയുമ്പോൾ മൺചട്ടിയും മണ്ണും ഒന്നാകുന്നത് പോലെ മനുഷ്യ ശരീരമാകുന്ന ചട്ടിക്കുള്ളിലെ ആത്മാവ് ദൈവമാണ്. ചട്ടിയാകുന്നതാണ് ശരീരം. മരണത്തോടുകൂടി ശരീരമാകുന്ന ചട്ടി പൊട്ടുകയും ആത്മാവ് ദൈവമായി തീരുന്നു, ദൈവത്തിൽ ലയിച്ചു ചേരുന്നു എന്നതാണ് അദ്വൈത സിദ്ധാന്തം പറയുന്നത്. നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതൊന്നുമല്ല നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറയുന്നത്. ഇത് യുക്തിഭദ്രമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കണം. കാരണം ഹിറ്റ്ലറിന്റെ ശരീരം പൊട്ടിയാൽ ഹിറ്റ്ലറിന്റെ ഉള്ളിലുള്ളത് ദൈവമായിട്ടുള്ള ആത്മാവാണ്. അതുപോലെ മദർ തെരേസയുടെ ശരീരമാകുന്ന ചട്ടി പൊട്ടിയാൽ മദർ തെരേസയുടെ ഉള്ളിലുള്ളതും ആത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ഹിറ്റ്ലറിന്റെ ഉള്ളിലിരുന്ന് ദൈവമാകുന്ന ആത്മാവ് എന്തുകൊണ്ട് ഹിറ്റ്ലറിനെ കൊണ്ട് ക്രൂരത ചെയ്യിപ്പിക്കുന്നു? മദർ തെരേസയുടെ ഉള്ളിലുള്ള ആത്മാവ്, ആ ദൈവമാകുന്ന ആ ശക്തി മദർ തെരേസയെ കൊണ്ട് എന്തുകൊണ്ട് നന്മ ചെയ്യിപ്പിക്കുന്നു? ദൈവത്തിൽ നിന്ന് നന്മയല്ലേ വരേണ്ടത്? അപ്പോൾ തിന്മ വരുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ പരലോകത്തെ സംബന്ധിച്ച് ചുരുക്കത്തിൽ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ വ്യക്തമായിട്ട് ഖുർആൻ നൽകുന്ന പേരുകൾ 25 പ്രവാചകരെ സംബന്ധിച്ച് മാത്രമാണ്. അതിന്റെ അർത്ഥം അതുകൊണ്ട് പ്രവാചകരുടെ എണ്ണം അവസാനിച്ചു എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് പ്രകാരം 100,000-ൽ പരം പ്രവാചകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നിട്ടുണ്ട്. അവർ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന തത്വമായിട്ടുള്ള ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹൈന്ദവർക്കിടയിലുമുണ്ട്. അത് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നത് പ്രവാചകരും ഭാരതത്തിൽ വന്നിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ബുദ്ധനോ പ്രവാചകരെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുകയില്ല. അവർ ആകാം, ആകാതിരിക്കാം. എന്നാൽ ഇന്ന് നമുക്ക് അവരിൽ നിന്ന് അവരെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവാചകരാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. എൻ്റെ പേര് ഷമീം, സ്ഥലം പന്തലൂർ. ഇസ്ലാം എന്നാൽ ശാന്തി സമാധാനം എന്നെല്ലാമാണല്ലോ. എന്നാൽ ഇസ്ലാം മാത്രം ശരിയെന്ന് പറയുക വഴിയുള്ള സമാധാനം തകരുകയല്ലേ ചെയ്യുക, മറിച്ച് എല്ലാ മതങ്ങളിലെയും നന്മയെടുക്കുകയല്ലേ യുക്തിക്ക് യോജിക്കുന്നത്. ഇതല്ലേ സമാധാനം സ്ഥാപിക്കാൻ നല്ലത്? ഒന്ന് വിശദീകരിക്കാമോ? ചോദ്യം, ഇസ്ലാം മാത്രമാണ് നല്ലതെന്ന് പറയുന്നത് അസമാധാനത്തിലേക്കും അശാന്തിയിലേക്കുമല്ല നയിക്കുന്നത്, മറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളിലുമുള്ള നല്ല വശങ്ങൾ എടുക്കുകയല്ലേ നല്ലത് എന്നതാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹുവിങ്കലുള്ള മതം ഇസ്ലാമാണ് എന്ന്. അതെന്തുകൊണ്ട് പറയുന്നു എന്നത് നേരത്തെ ഒരു ചോദ്യത്തിന് വിശദമായിട്ട് ഞാൻ വിശദീകരണം നൽകി. അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള 2 തത്വങ്ങളുണ്ട്. ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും മറ്റു വേദഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ബൈബിളിലുള്ള ദൈവപുത്ര സങ്കല്പം, അതുപോലെ തന്നെ ആദിപാപ സിദ്ധാന്തം, കുരിശ് മരണം, ഇതൊന്നും നിങ്ങൾക്ക് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലോ ഖുർആനിലോ കാണുവാൻ സാധിക്കുകയില്ല. ഇനി ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പിന്നീട് കടന്നു വന്നിട്ടുള്ള ഏത് വിശ്വാസങ്ങളും മറ്റു വസ്തുക്കളെ ആരാധിക്കാമെന്നതും അദ്വൈത സിദ്ധാന്തവും വിശിഷ്ടാദ്വൈത സിദ്ധാന്തവും സവിശിഷ്ടാദ്വൈത സിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും ഒന്നും നിങ്ങൾക്ക് ബൈബിളിലോ ഖുർആനിലോ കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളാണ് മറ്റു മതങ്ങളിലുള്ളത്, വ്യതിചലിച്ചു പോയെന്ന്. അതുകൊണ്ട് ആ തത്വങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട്. മറ്റത് ചോദിക്കുന്നത് ആ മതത്തിലെ എല്ലാ നന്മകളും നിങ്ങൾക്ക് എടുത്തുകൂടെ എന്നതാണ്.
ആദ്യമായിട്ട് ഈ ആദിഭാവ സിദ്ധാന്ത പ്രകാരം തന്നെ അവരുടെ വിശ്വാസം എന്ത് എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തോളൂ, എന്ത് ക്രൂരത ചെയ്താലും എന്ത് അതിക്രമം ചെയ്താലും ഈ പാപങ്ങൾ മുഴുവനും യേശു ഏറ്റെടുക്കുന്നു എന്നതാണ്. അപ്പോൾ എന്താണ് നന്മ? ഈ ലോകത്ത് എന്ത് പാപം ചെയ്താലും എന്ത് ക്രൂരത ചെയ്താലും എന്ത് അതിക്രമം ചെയ്താലും ഞാൻ യേശുവിലും യേശുവിന്റെ കുരിശുമരണത്തിലും വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആ പാപങ്ങൾ മുഴുവനും യേശു ഏറ്റെടുക്കുകയാണ്. മറിച്ച് വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഇന്ന നന്മകൾ ചെയ്യണം, ഇന്ന തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് കാണുവാൻ സാധിക്കുകയില്ല. ബൈബിളിലേക്ക് നാം കടന്നു ചെന്ന് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ പ്രവാചകർ സ്വന്തം പുത്രിയുമായിട്ട് ലൈംഗികമായിട്ടുള്ള ബന്ധം പുലർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ മദ്യപിച്ച് നഗ്നനായി കിടന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പ്രവാചകൻ വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു പടയാളിയുടെ ഭാര്യ കുളിക്കുന്നത് കാണുകയും ആ പടയാളിയെ ചതിച്ചു കൊല്ലുകയും ഭാര്യ വിവാഹം കഴിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണോ മാതൃക? ഈ മാതൃക നമുക്ക് പിന്തുടരുവാൻ സാധിക്കും? അല്ല, പുതിയ നിയമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ യേശു തന്നെ മദ്യം വീഞ്ഞുണ്ടാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതൊന്നും ജീസസ് ക്രൈസ്റ്റ് ഈസ നബി അലൈഹിസ്സലാം ചെയ്ത് കാണില്ല, മറ്റു പ്രവാചകരും ചെയ്ത് കാണില്ല. ഇതുപോലെയുള്ള ഒരുപാട് തിന്മകളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ എന്താണ് നന്മ, എന്താണ് തിന്മയെന്ന് ബൈബിൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലേക്കും ചരിത്രത്തിലേക്കും ഇതിഹാസങ്ങളിലേക്കും കടന്നു ചെന്നാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഉദാഹരണത്തിന് കുറച്ച് ബ്രാഹ്മണർ ശ്രീരാമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്കൾ ഭരണാധികാരിയാണല്ലോ, ഇവിടെ ബ്രാഹ്മണരുടെ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ വാളുമെടുത്ത് ശ്രീരാമൻ പോവുകയാണ്. അങ്ങനെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു മരത്തിൽ കാല് മുകളിലേക്കിട്ട് ശിരസ്സടിയിലേക്ക് തപസ് ചെയ്യുകയാണ്. ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തപസ് ചെയ്യുന്നത്? ദൈവപ്രീതിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഏതാണ്? താഴ്ന്ന ജാതിക്കാരൻ. പിന്നെ ഒന്നും ചോദിച്ചില്ല, വാളെടുത്ത് ശിരസ്സടിഞ്ഞ് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ അന്ന് ശ്രീരാമൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ നല്ലൊരു മഹാനായ വ്യക്തിയായിരിക്കാം. കാലത്തിന്റെ ആ പോക്കനുസരിച്ച് പലതും എഴുതി ചേർത്തിരിക്കാം. ഇത് മാതൃകയാണോ? ദേവദാസ സമ്പ്രദായം മാതൃകയാണോ? എന്താണ് നന്മ, എന്താണ് തിന്മ? ജാതി വ്യവസ്ഥയാണ്. ബ്രാഹ്മണൻ ബ്രാഹ്മണനും ക്ഷത്രിയൻ ക്ഷത്രിയനും വൈശ്യൻ വൈശ്യനും ശൂദ്രൻ ശൂദ്രനുമായി ജീവിച്ചാൽ മോക്ഷം ലഭിക്കും. ഇതാണോ മാതൃക? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്ന ശാന്തിയാണ്, സമാധാനമാണ്, ധർമ്മമാണ്. ഇത് വെറുതെ പറയുന്നത്. അവിടെ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ഞാൻ വിശ്വസിച്ച്, അള്ളാഹുവിൽ വിശ്വസിച്ച്, പ്രവാചകരിൽ വിശ്വസിച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയില്ല. മറിച്ച് ഈ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. മനുഷ്യ സമത്വം ഇസ്ലാമിലുള്ളതാണ്. നിയമത്തിന് മുൻപിലുള്ള സമത്വം ഇസ്ലാമിലുള്ളതാണ്. അതിക്രമം കാണിക്കരുത്, ഇസ്ലാമിലുണ്ട്. ചൂഷണം ചെയ്യരുത്, ഇസ്ലാമിലുണ്ട്. വ്യഭിചരിക്കരുത്, ഇസ്ലാമിലുണ്ട്. മദ്യപിക്കരുത്, ഇസ്ലാമിലുണ്ട്. പലിശ വാങ്ങരുത്, ഇസ്ലാമിലുണ്ട്. അങ്ങനെ എന്തെല്ലാം നന്മകളുണ്ട്. ഒരു മുസ്ലിം ആകണമെങ്കിൽ സമ്പത്തിന്റെ നിശ്ചിതമായ ഒരു ശതമാനം നിർബന്ധിതമായിട്ടുള്ള ദാനധർമ്മങ്ങൾ കൊടുക്കണം. അത് ഇസ്ലാമിലുണ്ട്. ഇപ്പൊ നന്മകളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നിർവചിക്കുകയും തിന്മകൾ എന്തൊക്കെയെന്ന് ബോധ്യപ്പെടുത്തുകയും നന്മ ചെയ്താൽ പ്രതിഫലവും തിന്മ ചെയ്താൽ അതിന് ശിക്ഷയുമാണ് എന്നത് ഖുർആൻ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്. അതല്ല മറ്റു ഈ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകർ പോയതുപോലെ തന്നെ ഏകദൈവ പരലോക വിശ്വാസങ്ങൾ മറ്റു വേദഗ്രന്ഥങ്ങളിൽ കാണാം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നന്മകളും കാണാം. അതും ഇസ്ലാമിൽ തന്നെയുള്ളതാണ്. അത് സ്വീകരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. സഹോദരൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, മത സൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദവും മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദവും രണ്ടും രണ്ടാണ്. പലപ്പോഴും കേൾക്കാറുണ്ട്, നാം ഒന്നാണ്, നമ്മുടെ രക്തം ഒന്നാണ്. പ്രഭാഷണങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ജഡ്ജിയുള്ള സമയത്ത് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രഭാഷണം നടത്തി. ഞാൻ തിരിച്ചു ചോദിച്ചു, താങ്കളുടെ പുത്രി വിവാഹം കഴിപ്പിച്ചു കൊടുക്കും? ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ല, ഇവരെല്ലാം ഭംഗി വാക്കുകൾ പറയുക. ആരും അത്തരത്തിൽ ചെയ്യാറില്ല. എന്റെ വിശ്വാസം വ്യത്യസ്തമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യത്യസ്തമാണ്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരുപാട് അവകാശങ്ങൾ നൽകുന്നുണ്ട്, മറ്റു വേദഗ്രന്ഥങ്ങൾ നിഷേധിക്കുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, എല്ലാ മതങ്ങളും, ഇന്ന് കാണുന്ന മതങ്ങൾ ഭിന്നമാണ്. ആദ്യകാലത്ത് എല്ലാം ഒന്നായിരുന്നു, തത്വങ്ങളും ഒന്നായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന നന്മയനുസരിച്ച് ജീവിക്കുക, പ്രവർത്തിക്കുക, പരലോകത്തിൽ പോകാം. അതിനർത്ഥം മതത്തിൽ ബലാത്കാരമുണ്ട് എന്നതല്ല. എന്റെ വിശ്വാസം ഒരു ഹൈന്ദവ സഹോദരന്റെ അടുത്ത് പറയുക, നീ ഇത് അംഗീകരിക്കണമെന്ന് പറയുമ്പോഴാണ് അസമാധാനം ഉണ്ടാകുന്ന, അശാന്തി ഉണ്ടാകുന്നില്ലേ? മറിച്ച് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം, സിനിമയെ സംബന്ധിച്ച് സംസാരിക്കാം, തത്വചിന്തയെ സംബന്ധിച്ച് സംസാരിക്കാം, കലയെ സംബന്ധിച്ച് സംസാരിക്കാം. മതത്തെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുവാൻ പാടില്ല എന്ന് പറയുന്നതാണ് അസഹിഷ്ണുത. എന്നെയും അക്ബറേയും ഇതുപോലെയുള്ള പ്രബോധകരെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ഇതാണ് ഖുർആൻ പറയുന്നത്.
ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. 16-ാം അധ്യായത്തിലെ 125-ാം വചനം പറയുന്നുണ്ടല്ലോ, നാഥനിലേക്ക് ക്ഷണിക്കുക. ഞങ്ങൾ റൊട്ടി കൊടുത്തല്ല ക്ഷണിക്കുന്നത്, പാല് കൊടുത്തല്ല ക്ഷണിക്കുന്നത്, പണം കൊടുത്തല്ല ക്ഷണിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. എന്നിട്ട് ഖുർആൻ പറയുന്നു, ആ മുസ്ലിങ്ങളുമായി നല്ല രീതിയിൽ സംവദിക്കുക. എന്താ സമാധാനമാണ്? ഞങ്ങൾ വാളെടുക്കുന്നില്ല, തോക്കെടുക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസത്തെ സംബന്ധിച്ച് പറയാം. ഞങ്ങളുടെ തെറ്റാണ് എന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾ ഇത് സ്വീകരിക്കാൻ തയ്യാറാണ്. അന്ധമായിട്ടുള്ള മതവിശ്വാസങ്ങളിൽ ഞങ്ങൾ അള്ളിപ്പിടിക്കുന്നില്ല. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു 94-ന് മുൻപ് വരെ. ഞാനിത് പഠിച്ച് മനസ്സിലാക്കി വന്നതാണ്. അപ്പോൾ തുറന്നിട്ട് സംസാരിക്കാം. എന്റെ വിശ്വാസം ഇത്, നിങ്ങളുടെ വിശ്വാസം ഇത്. ഞാൻ ഒരിക്കലും പറയില്ല എന്റെ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കണമെന്ന്. സ്വീകരിക്കാം, തിരസ്കരിക്കാം. അതുപോലെ നിങ്ങൾക്കൊരിക്കലും പറയുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ വിശ്വാസം ഞാൻ സ്വീകരിക്കണം. പക്ഷെ പരസ്പരം സംസാരിക്കരുതെന്ന് പറഞ്ഞു, ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞു. ആ സ്നേഹ സംവാദങ്ങളാണ് നാം ഇവിടെ നടത്തുന്നത്. അതിൽ ചിലപ്പോൾ ആളുകൾക്ക് വേദനിച്ചെന്ന് വരും. കാരണം റോസാപ്പൂവ് പറിക്കണമെങ്കിൽ മുള്ളുണ്ടാകും. റോസാ ചെടികൾ എല്ലാം ഉള്ളൊരു തോട്ടത്തിൽ കടന്നിട്ട് മുള്ളില്ലാത്ത റോസാ ചെടി വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ബുൾഡോസർ കൊണ്ട് ഓടിച്ച് എല്ലാ റോസാപ്പൂക്കളും നശിപ്പിച്ചാലും പിന്നെയും ഉണ്ടാകുന്ന റോസാപ്പൂ മുള്ളുകളുണ്ട്. അതനുസരിച്ചാണ് ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന മാത്രമാണ്. അത് നമുക്ക് ഇങ്ങോട്ട് പറയുമ്പോഴും നമുക്കും വേദനിക്കാം. പക്ഷെ താത്വികമായിട്ടുള്ള തലത്തിൽ, ബുദ്ധിപരമായിട്ടുള്ള തലത്തിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെ സത്യം മനസ്സിലാക്കുക, ബോധ്യപ്പെടുത്തി. ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറയുന്നതല്ല എല്ലാ സമാധാനം കെടുത്തുന്നതാണ് സുഹൃത്തിന്റെ ചോദ്യം. മുഹമ്മദ് മേത്തർ ഇവിടെ അതിന് തക്കതായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഞാൻ എഴുന്നേറ്റുന്ന ഒരു തമാശ പറയാൻ. രണ്ടുപേര് ഭയങ്കര തർക്കത്തിലാണ്. എന്താ തർക്കം എന്ന് വെച്ചാൽ, ഒരാൾ വാദിക്കുന്നു രണ്ടും കൂട്ടിയാൽ 4ആണ്. മറ്റേ ആൾ വാദിക്കുന്നു രണ്ടും കൂട്ടിയാൽ 3ആണ്. ഭയങ്കര തർക്കമാണ്. മറ്റേ ആളുടെ വാദം എന്താണെന്ന് വെച്ചാൽ, രണ്ടും കൂട്ടിയാൽ 4ആണ് എന്ന നിന്റെ വാദം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, പക്ഷെ 3ആണ് എന്ന എന്റെ വാദവും നീ അംഗീകരിച്ചേ പറ്റൂ. കാരണം ഞാൻ എന്റെ എത്ര വിശാല വീട്ടിലുള്ള ആളാണ്, നിന്റെ വാദം ഞാൻ അംഗീകരിച്ചില്ലേ, പിന്നെ എന്റെ വാദം എന്തുകൊണ്ട് എനിക്ക് അംഗീകരിച്ചൂടാ? ഇയാള് പറയുന്നു രണ്ടും കൂട്ടിയാൽ 3 ആകൂല മോനെ, അതുകൊണ്ടാണ് 3ആണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്. ഇതെന്ത് സങ്കുചിതത്വം? ഇത് സങ്കുചിതല്ലേ? കാരണം ഞാൻ നിന്റെ വാദം അംഗീകരിച്ചുള്ളൂ, അതുകൊണ്ട് എന്റെ വാദം നിനക്കെന്തുകൊണ്ട് അംഗീകരിച്ചൂടാ എന്ന ചോദ്യം പോലെ ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറയുന്നവർ അത് കേവലം ഒരു പരാമർശത്തിൽ ഒതുക്കുന്നില്ല. നിങ്ങൾക്ക് വേറെ എല്ലാ ബാത്തിലുകളെയും, ബാത്തിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത ആദർശങ്ങളെ പരിശോധനാ വിധേയമാക്കാം. ഇസ്ലാം സത്യമാണ് എന്ന് പറയുന്ന ആളുകൾ നാം ലോകത്തിന്റെ മുന്നിൽ ഈ സത്യം അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ പ്രമാണങ്ങളെ സത്യസന്ധമായി അവതരിപ്പിക്കാൻ, ആ പ്രമാണങ്ങളെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിക്കാൻ, ആ പ്രമാണങ്ങളെ നിഷ്പക്ഷമായ നിരങ്കുശമായ വിശകലനത്തിന് വിധേയമാക്കുവാൻ സന്നദ്ധമായിട്ടാണ് ഈ പറയുന്നത്. പിന്നെ എല്ലാറ്റിനും ഉള്ള ശരി നമ്മൾക്ക് സെലക്ട് ചെയ്തെടുത്താൽ പോരെന്നാ. അങ്ങനെ ശരി സെലക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമം നടന്നിട്ടുണ്ട്. അവസാനം തെറ്റു മാത്രമായത് നിങ്ങൾക്കറിയാലോ. അക്ബർ ചക്രവർത്തി, ഞാനല്ലോ കേട്ടോ, അദ്ദേഹം ഒരു ദീനെ ഇലാഹി ഉണ്ടാക്കി. ദീനെ ഇലാഹി എന്താ അദ്ദേഹം ചെയ്തത്? എല്ലാ മതത്തിലെയും നന്മ കൂട്ടിച്ചേർത്തിട്ട് ഒരു മതം ഉണ്ടാക്കിയതാണ്. പക്ഷെ അവസാനം വന്നു നോക്കിയപ്പോ എല്ലാറ്റിനും തിന്മ മാത്രമായി അതിൽ. കാരണം അക്ബർ ചക്രവർത്തിയുടെ സ്വാർത്ഥമായ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാറ്റിലും നന്മ എന്ന് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തപ്പോ അദ്ദേഹത്തിന്റെ സ്വാർത്ഥമായ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനും സെലക്ട് ചെയ്തത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തിന്മയായി മാറി, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ അക്ബറോട് കൂടി ആ മതവും മരിച്ചു. ഇതേപോലെ തന്നെയാണ് അവസ്ഥ. നന്മ തിന്മകൾ മനുഷ്യനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പടച്ചോൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ആദർശം അതാണ് നന്മ എന്നാ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നതാണ് നന്മ എന്നല്ല, പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചതാണ് നന്മ. ഇപ്പോ എല്ലാ മതത്തിലുള്ള നന്മ ഓരോ കാലത്തിലും ഓരോരുത്തർക്ക് നന്മ എന്ന് തോന്നുന്ന പലതുണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ ഒരു 10-200 കൊല്ലം മുമ്പ് വരെ ഈ കേരളത്തിൽ നടപ്പിലായിരുന്ന ദേവദാസി സമ്പ്രദായമുണ്ട്. അന്നത്തെ ആളുകൾ എല്ലാ മതത്തിൽ നിന്നുള്ള നന്മ തെരഞ്ഞെടുക്കാൻ വേണ്ടി ബ്രാഹ്മണന്മാരെ ഏൽപ്പിച്ചാൽ ഒരു മതത്തിൽ നിന്ന് ദേവദാസി സമ്പ്രദായം നന്മ, സതീ സമ്പ്രദായം നന്മ, ഇങ്ങനെല്ല നന്മയാണ് അവിടുന്ന് കിട്ടുക.
ഞാൻ പറയുന്നത് നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുവാൻ വ്യക്തികൾക്കോ സമൂഹത്തിനോ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. പ്രവാചകന്മാർ നന്മ എന്ന് പഠിപ്പിച്ചത് നന്മയാണെന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പൊ മദ്യപാനം എന്തുകൊണ്ടാണ് തിന്മയാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ എന്ന് പഠിപ്പിച്ചതുകൊണ്ട്. ഇതാണ് നമ്മുടെ ഉത്തരം. എന്തുകൊണ്ടാണ് 5 നേരം നമസ്കരിക്കണം എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട്. അപ്പോൾ നമുക്ക് പരിശോധിക്കണം, എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാൻ അർഹനാണോ? പരിശോധിക്കാം. അതല്ല പിന്നെ മറ്റുള്ള നന്മകൾ പറയുന്ന ആളുകൾക്ക് അവർ പ്രമാണങ്ങൾ ഉദ്ധരിക്കട്ടെ, നമുക്ക് അനലൈസ് ചെയ്യാം, പരിശോധിക്കാം, അപഗ്രഥിക്കാം. ആ പ്രമാണങ്ങൾ എത്രത്തോളം സത്യസന്ധമാണെന്ന് പരിശോധിക്കാം. ആ പ്രമാണങ്ങൾ അത് പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാം മാത്രമാണ് സത്യം എന്നത് ഒരു സത്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അത് ഉറക്കെ പറയുന്നു. അസത്യമാണ് എന്ന വാദമുള്ളവർക്ക് അവരുടെ വാദങ്ങൾ ഉന്നയിക്കാം. അത് സഹിഷ്ണുതയോടുകൂടി കേട്ടിരിക്കുന്നു. നമുക്കുള്ള മറുവാദങ്ങൾ പറയുന്നു. ഇതെങ്ങനെയാണ് പ്രശ്നമാവുക? ഇതെങ്ങനെയാണ് കുഴപ്പത്തിന് നിമിത്തമാവുക? ഇതെങ്ങനെയാണ് സങ്കുചിതത്വമാവുക? ഇനിയൊന്നും പറയട്ടെ, ഈ ഇന്ത്യ രാജ്യത്തെ സത്യത്തിൽ ഇസ്ലാം മാത്രമാണ് സത്യം എന്ന പച്ചയായി പറയുന്ന ഏർപ്പാട് നമ്മൾ നിർത്തിയിട്ട് കുറെ കാലമായിട്ടുണ്ടല്ലോ. ഏകദേശം ഒരു പൊതുവായി അത് പറയുന്ന ഏർപ്പാട് നമ്മളെല്ലാവരും പറയാ. എല്ലാ വേദികളിലും ഉയർന്നു കേൾക്കാറുള്ള ശബ്ദം എന്താ? ദൈവത്തിലെത്തുവാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇവിടുന്ന് കൽപ്പറ്റക്കൂടെ കോഴിക്കോട്ടെത്താം, മാനന്തവാടിയിലൂടെ കോഴിക്കോട്ടെത്താം, നേരെ കുറ്റ്യാടിയിലൂടെ കോഴിക്കോട്ടെത്താം. പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് ഇസ്ലാം, മറ്റൊരു മാർഗമാണ് മറ്റേ മാർഗം, മറിച്ചൊരു മാർഗമാണ് മറ്റേ മാർഗം എന്നുള്ള വാദമാണ് കേൾക്കാറുള്ളത്. പക്ഷെ അതല്ല, ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറയുന്ന ഏർപ്പാട് നമ്മൾ നിർത്തിയിട്ട് കുറെ കാലമായി. എന്നിട്ട് ഇവിടെ വർഗീയത ഉണ്ടായില്ലേ? എന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായില്ലേ? ഇത് പറഞ്ഞതുകൊണ്ടാണോ ഇന്ത്യ രാജ്യത്ത് പ്രശ്നം ഉണ്ടായത്? അതുകൊണ്ടാണോ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത്? ഇന്ത്യയിലെ കലാപങ്ങൾ ഉണ്ടായത്? കഴിഞ്ഞ കുറെ കാലമായുള്ള സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും ശേഷവുമുള്ള കലാപങ്ങളിൽ ഏതെങ്കിലും ഒരു കലാപം ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞത് കൊണ്ടുണ്ടായത് നിങ്ങൾക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന്? ഈ കലാപങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ മുഴുവനും എല്ലാവരും സത്യമാണെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. പലപ്പോഴും ഈ കലാപങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും ദിവ്യ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാ. അവിടുത്തെ ദിവ്യ പുരുഷന്മാരുടെ അടുത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ആദി യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും പോകുന്ന, എല്ലാവരും അനുഗ്രഹം വാങ്ങുന്ന, എല്ലാവരും അവരുടെ ആത്മീയ ഉത്കർഷത്തിനും ഭൗതിക കാര്യ ലാഭത്തിനും വേണ്ടി പോകുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളാണ് കലാപങ്ങളുടെ ഭൂമികളായി തീരാറുള്ളത്. അത് മറ്റൊരു വശം. ഞാൻ പറയുന്നത്, ഇത് പറഞ്ഞു എന്നതുകൊണ്ട് കലാപം ഉണ്ടാവുകയില്ല. അറിയാൻ, തുറന്നറിയാൻ, ചർച്ച ചെയ്യാൻ, മനസ്സിലാക്കാൻ, തുറന്ന് മനസ്സിലാക്കാൻ, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, പരസ്പരം സംവദിക്കാൻ, അങ്ങനെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ മനസ്സ് തുറക്കാൻ. മനസ്സ് തുറക്കുമ്പോഴാണ്, ആധുനിക സൈക്കോളജിയുടെ തന്നെ ഒരു വലിയൊരു സിദ്ധാന്തമാണ്, പരസ്പരം മനസ്സ് തുറക്കുമ്പോഴാണ് ബന്ധമുണ്ടാവുക എന്ന സിദ്ധാന്തം. അതിനാണ് ജോ ഹാരി തുടങ്ങിയ 2 മനഃശാസ്ത്രജ്ഞന്മാർക്ക്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ അവാർഡുകളും അവരുടെ സിദ്ധാന്തങ്ങൾ നൊബേൽ സമ്മാനത്തിന് വരെ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായത്. ഞാൻ വിശദീകരിക്കല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരസ്പരം മനസ്സ് തുറക്കാൻ, ആദർശത്തിന്റെ വിഷയത്തിൽ മനസ്സ് തുറക്കാൻ, പരസ്പരം സഹിഷ്ണുതാപൂർവം, സ്നേഹപൂർവ്വം വിമർശിക്കുവാൻ, ആ വിമർശനത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ തന്നെ ഇവിടെ യഥാർത്ഥത്തിലുള്ള മതനിരപേക്ഷതയുണ്ടാകും. അതിനെ ഭയപ്പെടുന്ന ആളുകളാണ് ഇത്തരം സംവാദങ്ങളെ ഭയപ്പെടുന്നത്. മറ്റൊരു കൂട്ടർ കൂടി സംവാദങ്ങളെ ഭയപ്പെടാറുണ്ട്. അത് മതം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവരെ കുറിച്ച് നമുക്കൊന്നും പറയാനുമില്ല.